Hi all. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ? വേവ്സ്. Shall we start? നമുക്കിപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ തോന്നുന്നു ഓൺലൈനായിട്ട്. ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വേവ്സ്. നമ്മൾ ഏകദേശം ഓസിലേഷൻസ് എന്നുള്ള ചാപ്റ്റർ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. അതിനൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വേവ്സ് എന്ന ചാപ്റ്റർ വരുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഓസിലേഷൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ആംപ്ലിറ്റ്യൂഡ് പഠിച്ചു, അതുപോലെ ടൈം പീരീഡ് പഠിച്ചു, ഫ്രീക്വൻസി പഠിച്ചു, എങ്ങനെയാണ് ഒരു പാർട്ടിക്കിളിൻ്റെ ഒരു വൈബ്രേറ്ററി പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് നമ്മൾ കാണുന്ന ഒരു ചാപ്റ്ററാണ് വേവ്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എന്താ പറയുക, ഈ രണ്ട് ചാപ്റ്റേഴ്സ് തമ്മിൽ കണക്റ്റഡ് ആണ്. ഞാൻ നിങ്ങൾ ഓസിലേഷൻസ് പഠിപ്പിച്ച സമയത്ത് ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഇറ്റ് ഈസ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് ചാപ്റ്റർ. നിങ്ങൾക്ക് മറ്റൊന്നിൻ്റെ കണക്ഷൻ ആവശ്യമില്ല, ഒരു പ്രീ റിക്വസ്റ്റ് നോളജിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് എന്ത്? ഓസിലേഷൻ. പക്ഷേ വേവ്സ് എന്ന് പറയുന്നത് അറിയണമെങ്കിൽ ചെറിയ തോതിലൊക്കെ എന്താ അറിഞ്ഞിരിക്കണം? ഓസിലേഷൻസ് അറിഞ്ഞിരിക്കണം. കാരണം ഇവിടെയൊക്കെ രണ്ട് സ്ഥലത്തും നമുക്ക് എന്ത് കാണുന്നുണ്ട്? നമ്മൾ ടൈം പീരീഡ് കാണുന്നുണ്ട്, അതുപോലെ രണ്ട് സ്ഥലത്തും ഫ്രീക്വൻസി ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, വേവ് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ രണ്ട് ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ്. ഇനി ഇവരെങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? നമ്മൾ ഓസിലേഷനിൽ പഠിച്ചത് എന്താണ്? ഒരു പാർട്ടിക്കിളിൻ്റെ വൈബ്രേഷനെ പറ്റിയാണ് ഓസിലേഷൻസിൽ നമ്മൾ പഠിച്ചത്. പക്ഷേ വേവ്സിൽ നമ്മൾ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത്? വേവ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് പാർട്ടിക്കിൾ അങ്ങോട്ട് പോകണമെന്നൊന്നുമില്ല. പാർട്ടിക്കിൾ ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെന്നില്ല. ഒരു പാർട്ടിക്കിൾ പോകാതെ തന്നെ ദർ ഹാപ്പൻസ് ദ ട്രാൻസ്ഫർ ഓഫ് എനർജി. ഇപ്പം ഈ ട്രാൻസ്ഫർ ഓഫ് എനർജീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന വേവ്സ് ഏതാണ്? മെക്കാനിക്കൽ വേവ്സ് ആണ് അല്ലേ? ഈ മെക്കാനിക്കൽ വേവ്സ് തന്നെ എന്തൊക്കെയുണ്ട്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ഉണ്ട്, ട്രാൻസ്വേഴ്സ് വേവ്സും ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൻ്റെ എക്സാമ്പിൾ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് അല്ലെ, എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, എന്താണ് ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. വളരെ സ്പീഡിൽ നമുക്കിങ്ങനെ ബ്രഷപ്പ് ചെയ്തൊന്ന് ഓടിച്ച് വേവ്സ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്? റേറിഫാക്ഷൻസ് ഉണ്ട്, റേറിഫാക്ഷൻസ് ഉണ്ട്, കംപ്രഷൻസ് ഉണ്ട്. റേറിഫാക്ഷൻസ് ആൻഡ് കംപ്രഷൻ. അപ്പോൾ ഈ കംപ്രഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് എന്തായിരിക്കും ഉണ്ടാവുക? അവിടെ പ്രഷർ കൂടുതലാണ് അല്ലേ? എന്തുകൊണ്ടാണ് പ്രഷർ കൂടുതൽ? കാരണം അവിടെ മറ്റേ എനർജിയൊക്കെ കൂടുതൽ ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് ജസ്റ്റ് ഒരു ഫിഗർ പോലെ വരയ്ക്കുകയാണെങ്കിൽ ഇത് കംപ്രഷൻ, റേറിഫാക്ഷൻ, വീണ്ടും കംപ്രഷൻ, റേറിഫാക്ഷൻ. ഇങ്ങനെയാണ് എന്തുണ്ടാവുക? ദിസ് ഈസ് ഹൗ യു വിൽ സീ എ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്. ഇനി ട്രാൻസ്വേഴ്സ് വേവ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെയാണ് ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ രണ്ടും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കുറച്ച് ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? അതായത് വെറുതെ നിങ്ങൾ ഈ ഫിഗർ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് യു വിൽ സീ ദാറ്റ് ദ പാർട്ടിക്കിൾ ഈസ് വൈബ്രേറ്റിംഗ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ശരിയല്ലേ? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ നിങ്ങൾ നോക്കുമ്പോൾ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവ്. പാർട്ടിക്കിൾസ് ആർ ഓൾസോ വൈബ്രേറ്റിംഗ് എലോങ് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അപ്പോൾ അവിടെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലായിട്ടാണ് ആര് മൂവ് ചെയ്യുന്നത്? പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ട്രാൻസ്വേഴ്സ് വേവ് നോക്കിയാൽ അവിടെ എങ്ങനെയാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്? പാർട്ടിക്കിൾ മുകളിലേക്കും താഴേക്കുമാണ് നീങ്ങുന്നത്. ബട്ട് ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഈസ് എലോങ് ദ എക്സ് ആക്സിസ്, വേറസ് the direction of the particle is along the y-axis. അപ്പോൾ എന്താണ് ഡിഫറൻസ്? ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് the particle is moving parallel to the direction of propagation, whereas capsule is amazing. Okay, whereas in transverse wave the particle is vibrating perpendicular to the direction of propagation. അപ്പോൾ ഇവിടെ നമ്മൾ റേറിഫാക്ഷൻ, കംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ താഴെ നമുക്ക് എന്താ ഉള്ളത്? അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ നമ്മൾ എന്തൊക്കെയാണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവിൽ രണ്ട് ടേംസ് എന്തൊക്കെയാണ്? മേലെ നമ്മൾ റേറിഫാക്ഷൻ, കംപ്രഷൻ എന്ന് പറഞ്ഞു. അതുപോലെ ട്രാൻസ്വേഴ്സ് വേവിലെ ടേംസ് എന്തൊക്കെയാണ്? ക്രസ്റ്റ് ആൻഡ് ട്രഫ്. ശരിയല്ലേ? ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മുകളിലേക്ക് പോകുന്നതാണ് ക്രസ്റ്റ്, താഴേക്ക് പോകുന്നതാണ് ട്രഫ്. ക്ലിയർ? ഇനി ഇവിടെ how can you define lambda? എന്താണ് ലാംഡ? ലാംഡ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവേഴ്സ് ബൈ എ വേവ് ഇൻ വൺ ടൈം പീരീഡ്. ഒരു ടൈം പീരീഡിൽ ഇത് ട്രാവൽ ചെയ്യുന്ന ദൂരം, ഒരു വേവ് ചെന്നെത്തുന്ന ദൂരം, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാംഡ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ വേവ് ലെങ്ത് ഓർ ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ വൺ ടൈം പീരീഡ്. ഇനി എന്താണ് വൺ ടൈം പീരീഡ് എന്ന് പറയുന്നത്? ഒരു വേവ് ലെങ്ത് കവർ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഒരു ടൈം പീരീഡ്. വാട്ട് ഈസ് ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. അത് 1/t ആണ് ഫ്രീക്വൻസി. നൗ വാട്ട് ഈസ് വേറെ എന്ത് ടൈമാണല്ലോ? വാട്ട് ഈസ് ആംപ്ലിറ്റ്യൂഡ്? ദ മാക്സിമം ഡിസ്റ്റൻസ് കവേർഡ് ഫ്രം ദ മീൻ പൊസിഷൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി എവിടെ കേട്ട് കഴിഞ്ഞു? ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. ശരിയല്ലേ? ഓസിലേഷൻസ് എന്ന ചാപ്റ്റർ നമ്മൾക്ക് ഓൾറെഡി കേട്ടതല്ലേ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ. ഇത് നമ്മുടെ ലൈവ് ചാറ്റൊക്കെ ഓണാക്കൂ. അപ്പോൾ ഓക്കെ, നമ്മൾ ക്രസ്റ്റ് ആൻഡ് ട്രഫ് പഠിച്ചു. ഇനിയിപ്പോൾ അതിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഫിഗറിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, വേണ്ട, നമുക്ക് മറ്റൊരു ഫിഗർ വരയ്ക്കാം. റൈറ്റ്?
സി യു വിൽ സീ എ വേവ് ഹിയർ. ഒരു വേവ് മീൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് അത് വൈബ്രേറ്റ് ചെയ്ത് അതിവിടെ തിരിച്ചെത്തി. കറക്റ്റ്. ഇപ്പോൾ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ശരിയല്ലേ? വി ഹാവ് കംപ്ലീറ്റഡ് വൺ ടൈം പീരീഡ്. അപ്പോൾ ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ടൈം പീരീഡ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് കവർ ചെയ്യുന്ന ദൂരത്തിന് നമ്മൾ എന്ത് പറയും? വിൽ കോൾ ഇറ്റ് as ലാംഡ. ഇതാണ് ലാംഡ എന്ന് പറയുന്നത്. ആ ലാംഡ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാണ്? ടൈം പീരീഡ്. ഒരു ടൈം പീരീഡ്. ശരിയാണ്, നിങ്ങൾ മനസ്സിൽ വെക്കുക, കാരണം ഇതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരാനുണ്ട്. ഒരു ലാംഡ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡിലാണ്. ഒരു ടൈം പീരീഡ് കറസ്പോണ്ട് ചെയ്യുന്ന ഫേസ് ഡിഫറൻസ് ആണ് എത്ര? 2π അല്ലേ? ഇതൊക്കെ നമ്മൾ ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ചെറിയ തോതിൽ കണ്ടിരുന്നു. ആ ലൈവ് സെഷൻ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക, അത് കണ്ടിട്ട് മറന്നു പോയവർ വീണ്ടും കാണുക. ഓക്കെ. ഇനി λ/2 അങ്ങനെയാണെങ്കിൽ എന്തിന് കറസ്പോണ്ട് ചെയ്യും? λ/2 വിൽ കറസ്പോണ്ട് ടു T/2 ആൻഡ് ഇറ്റ് വിൽ ബി കറസ്പോണ്ടിങ് ടു പൈ റേഡിയൻ. എന്താ റേഡിയനൊക്കെ ഞാൻ ഇവിടെ പറയാൻ കാരണം എന്താ? കാരണം ഈ കാണുന്നത് ഒരു ലാംഡയാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി വെച്ച് ഒരു വേവ് ഇതിൻ്റെ പകുതി വെച്ചാണ് ഒരു വേവ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? അപ്പോൾ ഈ ഡിഫറൻസ് λ/4 ആണ്. ഇനി ഇവിടെ വെച്ചാണ് ഒരു വേവ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ ആ ഡിഫറൻസ് എത്രയാണ്? λ/2. ഇവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ 3λ/4. ഇവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ലാംഡ. അപ്പം ഒരു λ/4 ആണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ, ലാംഡയാണ് പാത്ത് ഡിഫറൻസ് എങ്കിൽ, അപ്പോൾ ഞാനിവിടെ ഒരു ടേം, ഇപ്പം നിങ്ങൾ കേൾക്കാത്തൊരു ടേം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്താണ് ആ ടേം? പാത്ത് ഡിഫറൻസ്. അപ്പോൾ എന്തായാലും അതുപോലെ വേറൊരു ടേം ഉണ്ടാവുമല്ലോ. ആ ടേം എന്താണ്? ഫേസ് ഡിഫറൻസ്. റൈറ്റ്. പാത്ത് ഡിഫറൻസ് ഉണ്ട്, ഫേസ് ഡിഫറൻസ് ഉണ്ട്. എന്താണ് പാത്ത് ഡിഫറൻസ്? എന്താണ് ഫേസ് ഡിഫറൻസ്? നോക്കുക. പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫേസിന് അല്ലെങ്കിൽ ഒരു ടൈം പീരീഡിന് കറസ്പോണ്ട് ചെയ്യുന്ന യാത്രാ ദൂരം, അതിനെയാണ് പാത്ത് ഡിഫറൻസ് പറയുന്നത്. പക്ഷേ ഫേസ് ഡിഫറൻസ് എന്താണ്? ആ യാത്രാ ദൂരത്തിനോട് കറസ്പോണ്ട് ചെയ്യുന്ന റേഡിയൻ, അതാണ് ഫേസ് ഡിഫറൻസ്. ക്ലിയർ? അപ്പോൾ ഇത് നമുക്ക് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റണം. ഫേസ് നമ്മൾ പാത്തിലേക്ക് മാറ്റണം, പാത്തിൽ നിന്ന് ഫേസിലേക്ക് മാറ്റാൻ പറ്റണം. അപ്പോൾ അതിനവിടെ ഇക്വേഷൻ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും അവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. 2π/λ ഇൻറ്റു ഡെൽറ്റ എക്സ്. 2π/λ into delta x will give you the phase difference. നിങ്ങളോട് പറയുകയാണ് λ/2 ദൂരമാണ് ഒരു വേവ് കൂടുതലായിട്ട് സഞ്ചരിച്ചിരിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദ ഫേസ് ഡിഫറൻസ്? നിങ്ങൾ എന്ത് ചെയ്യുക? 2π/λ ഇൻറ്റു λ/2 ആണ് അധികമായി സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പോൾ ദിസ് വിൽ ഗീവ് യു ദ ഫേസ് ഡിഫറൻസ്. അപ്പോൾ എത്രയാണ്? 2π/2. ദ ആൻസർ ഈസ് പൈ റേഡിയൻ. പൈ റേഡിയൻ ആണ് അവിടെ ഫേസ് ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് ലാംഡയാണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഒരു ലാംഡ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വേവ് ലെങ്ത് മൊത്തം കവർ ചെയ്ത് കഴിഞ്ഞു. ഒരു വേവ് ലെങ്ത് വിൽ ബി കറസ്പോണ്ടിങ് ടു വൺ ടൈം പീരീഡ്. അപ്പോൾ അവിടെ ഇനി എന്തിൻ്റെ ആവശ്യമില്ല? ഫേസ് ഡിഫറൻസ് ഒന്നും മാറിയിട്ടില്ല, കാരണം ഒരു വേവ് ലെങ്ത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ 2π റേഡിയൻ ഈസ് കംപ്ലീറ്റഡ്. നമ്മളിവിടെ ലാംഡ പഠിച്ചു, എങ്ങനെയാണ് ഇത് ഇൻ്റർചേഞ്ച് ചെയ്യുന്നത് പഠിച്ചു. അത് ഇതുപോലെ തിരിച്ചെങ്ങനെ നമ്മൾക്ക് ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുക? ഡെൽറ്റ ഫൈ ഫേസ് ഡിഫറൻസ് ഇൻറ്റു λ/2π will give you the path difference. ശരിയല്ലേ? ഫേസ് ഡിഫറൻസിന് λ/2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? പാത്ത് ഡിഫറൻസ് കിട്ടും. മൾട്ടിപ്ലൈയിങ് ദ ഫേസ് ഡിഫറൻസ് ഇൻറ്റു λ/2π യു വിൽ ഗെറ്റ് ദ പാത്ത് ഡിഫറൻസ്. ക്ലിയർ? ഓക്കെ. പിന്നെ ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം ഇതിലൊരു ഇക്വേഷൻ, നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ഇക്വേഷൻ ഉണ്ട്. നമ്മളിപ്പോൾ ഓസിലേഷൻ എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് 4 ഇക്വേഷൻ ആണുള്ളത്. ഏതൊക്കെയായിരുന്നത്? y = a sin ωt, y = -a sin ωt, y = a cos ωt, y = -a cos ωt. ഇത് എവിടെ ഉപയോഗിക്കണം എന്ന് കൂടി ഞാൻ പറഞ്ഞു തന്നു. y = a sin ωt നമ്മൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത്? മീൻ പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവ് എക്സ്ട്രീമിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ y = a sin ωt. ശരിയല്ലേ? ഇനി y = -a sin ωt എവിടെ ഉപയോഗിക്കും? മീൻ പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് എക്സ്ട്രീമിലേക്കാണ് പോകുന്നതെങ്കിൽ എന്തുപയോഗിക്കും? y = -a sin ωt. സൈൻ ആണോ മീൻ പൊസിഷൻ, കോസ് ആണോ എക്സ്ട്രീം പൊസിഷൻ? അപ്പം പോസിറ്റീവ് എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ ദ ഇക്വേഷൻ ഷുഡ് ബി y = a cos ωt. നെഗറ്റീവ് എക്സ്ട്രീം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ദ ഇക്വേഷൻ വിൽ ബി y = -a cos ωt. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. y = ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഇക്വേഷൻ തരികയാണ്. y = a sin kx minus ωt plus phi. y = a sin kx minus ωt plus phi.
ഇതാണ് നമുക്ക് വേവ്സിൽ പഠിക്കേണ്ട ഇക്വേഷൻ. y ഈസ് ഈക്വൽ ടു a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് y. ഇവിടെ എന്താണ് k? k ഈസ് ദ വേവ് നമ്പർ, ഓർ ഇറ്റ് ഈസ് കോൾഡ് ദ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്, ഓർ ഇറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ ലാംഡ. 2π ഡിവൈഡ് ബൈ ലാംഡ എന്ന കോൺസ്റ്റന്റ്, അഥവാ അതിനെയാണ് നമ്മൾ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ 2π ഡിവൈഡഡ് ബൈ ലാംഡ. സോ k ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ലാംഡ. ഈ കോൺസ്റ്റന്റ് ആണ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ്. ക്ലിയർ? അപ്പോൾ അതിന് ഇറ്റ് ഈസ് എ കോൺസ്റ്റന്റ് y, കാരണം അതിനകത്ത് ഓൾറെഡി 2π ആണുള്ളത്. അതിൻ്റെ കൂടെ കൂടുതലായിട്ട് വരുന്ന സാധനം എന്താണ്? ലാംഡ. ലാംഡ ഓൾസോ വിൽ ബി കോൺസ്റ്റന്റ് ഫോർ എ വേവ്. ഓരോ വേവിനും അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു വേവിന് തന്നെ വേവ് ലെങ്ത് എന്ത് ചെയ്യില്ല, മാറിക്കൊണ്ടേ ഇരിക്കില്ല. ക്ലിയർ? സോ 2π ബൈ ലാംഡ ഈസ് എ കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് കോൾഡ് പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് ആൻഡ് ഇറ്റ്സ് ഗിവൺ ബൈ 2π ഡിവൈഡഡ് ബൈ ലാംഡ. അപ്പോൾ എൻ്റെ ഇക്വേഷനിൽ യു വിൽ ബി സീയിങ് a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് y. ഈ ഇക്വേഷൻ ആർക്ക് ഉപയോഗിക്കണം? പോസിറ്റീവ് y ആക്സിസിൽ സഞ്ചരിക്കുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ ഇക്വേഷനാണ് y ഈക്വൽ ടു a sin kx മൈനസ് ഒമേഗ ടി പ്ലസ് y. ശരിയല്ലേ? ഇനി നെഗറ്റീവിൽ സഞ്ചരിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ y ഈസ് ഈക്വൽ ടു a sin kx പ്ലസ് ഒമേഗ ടി പ്ലസ് y. നമുക്കെന്തിൻ്റെ ആവശ്യമില്ല, ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ നമ്മളിപ്പം ബോർഡ് എക്സാം ആസ്പിറൻസ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഡെറിവേഷനൊക്കെ ആവശ്യം വന്നു എന്ന് വരാം. പക്ഷേ ഇതുവരെ ഞാൻ ബോർഡ് എക്സാമിന് പോലും ഇതിൻ്റെ ഡെറിവേഷൻ ചോദിച്ചായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ നമുക്കൊരു നീറ്റ് ആസ്പിറൻറ്റ് സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് എന്താണ് വേണ്ടതെന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ചേക്കുക. y ഈക്വൽ ടു a sin kx മൈനസ് ഒമേഗ ടി. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ, നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടുക. യു ആർ ഗിവൺ എ ക്വസ്റ്റ്യൻ ലൈക്ക് ദിസ്: y ഈസ് ഈക്വൽ ടു 10 sin 36t കറക്റ്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളോട് പല കാര്യങ്ങൾ അവർക്ക് ചോദിക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തരും. എന്നിട്ട് അവർ നിങ്ങളോട് ആദ്യം ചിലപ്പോൾ ചോദിക്കുന്ന കാര്യം ഇതായിരിക്കും: പാർട്ടിക്കിൾ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു? ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റണം? ഇത് kx മൈനസ് ഒമേഗ ടി ആണോ? അല്ല, kx പ്ലസ് ഒമേഗ ടി ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എക്സിൻ്റെ കൂടെ k, ടിയുടെ കൂടെ ഒമേഗ. സോ ദിസ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് നെഗറ്റീവ് എക്സ് ആക്സിസ്. ഇതാണ് ആദ്യം പറയേണ്ട കാര്യം. പോസിറ്റീവ് എക്സ് ആക്സിലായിരുന്നു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞാൽ y ഈക്വൽ ടു a sin kx മൈനസ് ഒമേഗ ടി. ശരിയല്ലേ? നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്ന നിങ്ങൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ റെസ്പോണ്ട് ചെയ്യുക. ലൈവ് ചാറ്റിൽ നിങ്ങൾ വരിക, കാര്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക, കമൻറ്റ് ചെയ്യുക. ക്ലിയർ? ഓക്കെ. y ഈക്വൽ ടു a sin. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് മനസ്സിലായ കാര്യങ്ങൾ നിങ്ങൾ അപ്പം തന്നെ എഴുതിയെടുക്കുക. ആംപ്ലിറ്റ്യൂഡ് 10 ആണ്. ഒമേഗ ടി, ടിയുടെ കൂടെയുള്ള ആൾ ആരായിരിക്കും? ഒമേഗ ആയിരിക്കും. കറക്റ്റ്. സോ ഒമേഗ ഈസ് ഈക്വൽ ടു 36. ഒമേഗയാണ് 36. കറക്റ്റ്. കെ എക്സ്, എക്സിൻ്റെ കൂടെ ആരാണ്? കെ. സോ കെ ഈസ് ഈക്വൽ ടു 10. കറക്റ്റ്. ഇനി കെ എന്താണ്? കെ ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ലാംഡ. 2π ഡിവൈഡഡ് ബൈ ലാംഡയാണ് കെ. ഞാൻ പറഞ്ഞു പ്രൊപ്പഗേഷൻ കോൺസ്റ്റൻ്റ് ആണത്. ശരിയല്ലേ? ഓക്കെ, അതെനിക്ക് മനസ്സിലായി. ഇനി വാട്ട് ഈസ് ഒമേഗ? ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്. കറക്റ്റ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പോൾ ആ ഒമേഗനെ എനിക്ക് എങ്ങനെ എഴുതാം? ഒമേഗ ഈസ് ഈക്വൽ ടു പറയൂ. ഒമേഗ ഈസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. ശരിയല്ലേ? 2π ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ് എന്ത്? ഒമേഗ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇനി എനിക്ക് ഇതിനകത്ത് എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും? എനിക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം, എനിക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളിതൊക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. അതിനു മുമ്പ് ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? See, what is omega divided by k? Omega divided by k is equal to 2π divided by time period, the whole divided by 2π divided by lambda, which is equal to 2π divided by time period into lambda divided by 2π. എന്ത് കിട്ടി? lambda divided by time period. lambda by time period എന്ന് പറയുന്നതാണ് എന്ത്? വെലോസിറ്റി. കറക്റ്റ്. lambda by time period is equal to വെലോസിറ്റി. അപ്പോൾ എനിക്ക് ഒമേഗ ബൈ കെ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ എത്രയാണ് ഇവിടെ? വിച്ച് ഈസ് ഈക്വൽ ടു 36 ഡിവൈഡഡ് ബൈ 10 വിച്ച് ഈസ് ഈക്വൽ ടു 3.6. ഈ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി കിട്ടിയിരിക്കുകയാണ്. ഓക്കെ. ഇനിയിപ്പോൾ നിങ്ങളോട് ഫ്രീക്വൻസി ചോദിക്കുകയാണ്. ഫ്രീക്വൻസിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ്. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇതൊരു ഇക്വേഷൻ. ഇതെങ്ങനെ വന്നു എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. കറക്റ്റ്. ലാംഡ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ലാംഡ ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. സോ വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ ഓർ വി ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ ടൈം പീരീഡ്. ഇവിടെ ഓൾറെഡി എനിക്ക് എന്ത് കിട്ടി? വെലോസിറ്റി എന്താണ് എന്ന് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. കറക്റ്റ്. എന്താണ് ആ വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു 3.6 വിച്ച് ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു ലാംഡ. എനിക്ക് കിട്ടിയിട്ടില്ല. ഫ്രീക്വൻസി എനിക്ക് കിട്ടിയിട്ടില്ല. ശരിയല്ലേ? പക്ഷേ വാട്ട് ഈസ് ഒമേഗ ഇൻറ്റു കെ? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ വി ഈസ് ഈക്വൽ എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. 1 minute. സോ വെലോസിറ്റി
omega divided by omega by k is equal to 2 pi divided by lambda. ഒരു മിനിറ്റ് ജസ്റ്റ് എല്ലാവരും ഒന്നും കൂടെ ശ്രദ്ധിക്കുക. 2 pi divided by time period divided by 2 pi divided by lambda. So you will be getting velocity from that, and v is equal to f lambda. What is lambda here? Okay, lambda is equal to 2 pi divided by 10. From k you will be getting that lambda is equal to 2 pi divided by 10. Substitute that and you will be getting the answer for frequency. So frequency is equal to velocity. Frequency is equal to velocity divided by lambda. What is velocity? 3.6 divided by what is lambda? 2 pi divided by 10, and you are getting the answer. 5 into 3.6 divided by pi will give you the answer. Okay, correct? അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ അതുപോലെ എഴുതിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് അതിനകത്ത് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കൊടുക്കാൻ പറ്റും. ഞാൻ മറ്റൊരു ഉദാഹരണം തരുകയാണ്. y is equal to a sin kx plus or minus omega t എന്നാണ് ക്വസ്റ്റ്യൻ എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക് മാറ്റി എഴുതാം? ഈ ഒരു ഇക്വേഷൻ എങ്ങനെയൊക്കെ മാറ്റി എഴുതാം? y is equal to a sin. What is k? K is equal to 2 pi divided by lambda into x plus or minus what is omega? Omega is equal to 2 pi divided by time period into small t. Okay, അതായത് ഇവിടെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? y is equal to a sin kx plus or minus omega t. ആ k എന്ന് പറയുന്നത് എന്താണ്? 2 pi divided by lambda into x. ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? 2 pi divided by time period into small t. കറക്റ്റ്, which is equal to a sin. ഇനി എനിക്ക് എന്തൊക്കെ കോമൺ ആയിട്ട് പുറത്തെടുക്കാം? 2 pi കോമൺ ആയിട്ട് പുറത്തെടുക്കാം. കറക്റ്റ്. സോ 2 pi into x divided by lambda plus or minus small t divided by capital T. ഈ ഫോമിലേക്ക് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ ഇക്വേഷൻ മാറ്റി എഴുതാൻ കഴിയും. കാരണം നമുക്ക് എക്സാമിന് വരുമ്പോൾ അത് എപ്പോഴും ഏത് ഫോർമാറ്റിലായിരിക്കണമെന്നില്ല. എ സൈൻ കെ എക്സ് പ്ലസ് ഓർ മൈനസ് ഒമേഗ ടി എന്നാകണമെന്നില്ല. ഇറ്റ് ക്യാൻ ബി ഇൻ ദ ഫോം എ സൈൻ 2 pi by lambda into x plus or minus 2 pi by capital T into small t. അല്ലെങ്കിൽ a sin 2 pi is taken as common outside, 2 pi into x by lambda plus or minus small t by capital T. Now again you can rewrite it as y is equal to a sin 2 pi x by lambda plus or minus ft. What is f here? F is frequency. അപ്പോൾ ഇത്രയും രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം? അതേ ഇക്വേഷൻ എനിക്ക് മാറ്റി എഴുതാൻ പറ്റും. ആ ഇക്വേഷൻ മാറ്റി എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഫോർമാറ്റ് എന്താണോ ആ ഫോർമാറ്റ് വെച്ച് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്സിനെ കമ്പയർ ചെയ്യാം. ആൻഡ് യു വിൽ ബി ഏബിൾ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ വാല്യൂസ്. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ കം ടു ദ ആൻസേഴ്സ് ഡയറക്ട്ലി. റൈറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെലോസിറ്റി. നമ്മൾ ഓരോ തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. കാരണം നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 1 മണിക്കൂറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് എന്തൊക്കെ പഠിക്കാം എന്ന് വളരെ പെട്ടെന്ന് നമ്മൾ നോക്കി വിടുകയാണ്. കറക്റ്റ്. വെലോസിറ്റി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ v is equal to root of t divided by mu. Velocity is equal to root of t divided by mu. എന്താണത്? Velocity is directly proportional to the tension. ഇതൊരു സ്ട്രിങ്ങിലെ വെലോസിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. നമ്മളൊരു സ്ട്രിങ് വലിച്ചു പിടിക്കുകയാണെങ്കിൽ the equation of velocity is given by the equation v is equal to root of t by mu. What is t here? T is the tension and mu is the linear density. Correct? Mu is the linear density of the string. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരു കുട്ടിക്ക് എന്തൊക്കെ പറയാൻ സാധിക്കും? വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടി, അല്ലെങ്കിൽ വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1 by root of mu. ഈ രണ്ട് കാര്യങ്ങൾ ഈ ഇക്വേഷൻ നമുക്കൊരു കുട്ടിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഞാൻ നിങ്ങളോടൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ദ ടെൻഷൻ ഈസ് ഇൻക്രീസ്ഡ് ബൈ 21%. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി? ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. The tension is increased by 21%. What is the percentage increase in velocity?
ഞാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം തരാം, നിങ്ങൾ പെട്ടെന്ന് ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. കാരണം ഇതൊക്കെ നമുക്ക് ഷോർട്ട് കട്ടിലൂടെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞ സ്റ്റെപ്പ്, ഈ ചാപ്റ്റർ നമുക്ക് ഈ നീറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്, ഒരു ഇക്വേഷൻ തന്നിട്ട് യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് മെനി തിങ്സ്. യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ടൈം, യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ദ വെലോസിറ്റി, യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി, യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ദ വെലോസിറ്റി. അപ്പോൾ ഇതൊക്കെ അറിയാൻ നിങ്ങൾ എന്ത് മാത്രം ചെയ്താൽ മതി, സ്റ്റാൻഡേർഡ് ഇക്വേഷനായിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പഠിച്ചു, എന്നിട്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷനെ മറ്റ് പല ഫോമുകളിലേക്ക് നമ്മൾ കൊണ്ടുപോയി എത്തിച്ചു. ഇനി ചോദിക്കാൻ പോകുന്നത് വെലോസിറ്റിയും ടെൻഷനും ഒക്കെ തമ്മിലുള്ള റിലേഷൻസ് ആണ്. ക്ലിയർ? അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾ ഇതിനെ കണ്ടാൽ മതി. യു ആർ ഗിവൺ, സർ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടെൻഷൻ ഇസ് ഇൻക്രീസ് ബൈ 21%. വാട്ട് ഇസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി? ഒന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ. ടെൻഷൻ 21% കൂട്ടിയിരിക്കുന്നത്. സോ വാട്ട് വിൽ ബി ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി? ടെൻഷൻ മാത്രമേ മാറ്റിയിട്ടുള്ളൂ, കാരണം അവിടെ എന്തിനെ പറ്റി പരാമർശിച്ചിട്ടില്ല. ലീനിയർ ഡെൻസിറ്റിക്ക് എന്താണ് പറ്റിയതെന്ന് അവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനി വെറുതെ അതിനെപ്പറ്റി ആലോചിച്ച് നമ്മുടെ സമയം കളേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡയറക്ട്ലി തിങ്ക് അബൌട്ട് ദ ടെൻഷൻ ആൻഡ് യു ക്യാൻ കം ടു ദ ആൻസർ. Tension is increased by 21%. What is the percentage increase in velocity? See, ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ മാത്രമല്ല, പല ചാപ്റ്ററിലും നമുക്ക് കിട്ടാൻ പോകുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരൊറ്റ ജനറൽ റൂളേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ദ ആൻസർ ഫോർ ദിസ്. 10.5 ഇതൊക്കെ എങ്ങനെയാണ് കിട്ടിയത്? നോ പെട്ടെന്ന് ആൻസർ പറയാം. ഇതെല്ലാവരും 10.5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. See, 21% increase in the tension. 21% increase in the tension. What is the percentage increase in velocity? 21% increase in the tension. What is the percentage increase in velocity? Okay, അതവിടെ നിൽക്കട്ടെ. 21% increase in velocity. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് 44% increase in velocity. അതെ, 1.1 v, അത് കറക്റ്റ് ആൻസർ ആണ്. പക്ഷേ 1.1 v എന്ന് പറഞ്ഞാൽ കുട്ടി കണ്ടുപിടിച്ചത് എന്താണ്? ഹി ഹാഡ് ഫൗണ്ട് ദ ന്യൂ വെലോസിറ്റി. റസിൻ റാസ പറഞ്ഞിരിക്കുകയാണ് 1.1 v. യെസ്, 1.1 v is the answer. But what you had found is the new velocity. ശരിയല്ലേ? പക്ഷേ ചോദിച്ചാൽ എന്താണ്? വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ വെലോസിറ്റി? അപ്പോൾ വി ആർ എക്സ്പെക്ടിങ് എ പെർസെൻറ്റേജ് ആൻസർ ഫ്രം യു. 1.1 v is the new velocity. So what is the percentage increase in velocity എന്നതാണ് ക്വസ്റ്റ്യൻ. 11% അല്ല. സോ വിൽ സീ ഹൗ ടു ഫൈൻഡ് ദ ആൻസേഴ്സ് ഫോർ എവറിത്തിങ്. നിങ്ങൾക്ക് നോർമലി നിങ്ങൾ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, അവർ പെർസെൻറ്റേജ് ഇൻക്രീസ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നോർമലി അവർ ഇൻക്രീസ് ചെയ്യുന്നത് എത്രയാണ്? 21%, 44%, അല്ലെങ്കിൽ 69%. ഇങ്ങനെയൊക്കെയാണ് അവർ പെർസെൻറ്റേജ് എന്ത് ചെയ്യാറ്? ഇൻക്രീസ് ചെയ്യാറ്. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നത്? ഐ വിൽ സേ ദ ആൻസർ. ഇനിഷ്യൽ വെലോസിറ്റി v ആണെങ്കിൽ, യെസ് നിവേദ, 10% is the right answer. Correct. Initial velocity v ആണെങ്കിൽ it has been said that 21% increase in the velocity. അങ്ങനെയെങ്കിൽ what is the new velocity? 1.21 v. ശരിയല്ലേ? ഇനി രണ്ടാമത്തെ കേസിൽ 44% increase in velocity ആണെങ്കിൽ what is the new velocity? 1.44 v. അതുപോലെ 69% ഇൻക്രീസ് ആണെങ്കിൽ വാട്ട് ഇസ് ദ ന്യൂ വെലോസിറ്റി? 1.69 v. ഇതെങ്ങനെയാണ് 1.21, 1.44, 1.69 കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എങ്ങനെ കിട്ടിയത്? കാരണം ഇപ്പോൾ v ആണെങ്കിൽ വിയുടെ കൂടെ എത്ര ആഡ് ചെയ്തു? വിയുടെ 21% ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. v ഇൻറ്റു 21/100. v ഇൻറ്റു 21/100 എത്രയാണ്? 0.21 v. ഓൾറെഡി അവിടെ എന്തുണ്ട്? v ഉണ്ട്. ശരിയല്ലേ? സോ നൗ വാട്ട് ഇസ് ദ ടോട്ടൽ v? 1.21 v. അപ്പോൾ അതുപോലെ നമുക്ക് എന്തൊക്കെ കിട്ടി? 1.21 v, അല്ലെങ്കിൽ 1.44 v ആകാം, അല്ലെങ്കിൽ 1.69 v ആകാം. ഇങ്ങനെ ഒരുപാട് ആൻസേഴ്സ് നമുക്ക് കിട്ടും. യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ്. എന്ത് ചെയ്യുക? എന്തിനാണ് ഇവർ ഈ 21ഉം 44ഉം 61 ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്? കാരണം 21% ആഡ് ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് 1.21. 1.21 11ന്റെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ 1.69 13ന്റെ സ്ക്വയർ ആണ്, 1.44 12ന്റെ സ്ക്വയർ ആണ്. എന്തിനാണ് ഈ സ്ക്വയർ ഒക്കെ തന്നിരിക്കുന്നത്? നിങ്ങൾ റൂട്ട് എടുക്കുമ്പോൾ ഇറ്റ് വിൽ ബി മോർ ഈസി ഫോർ യു. അപ്പോൾ ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിഷ്യൽ v ഇത്, ഫൈനൽ v അത്. യു നോ ദാറ്റ് വെലോസിറ്റി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് t ബൈ മ്യൂ. കറക്റ്റ്. സോറി, v അല്ല, ടെൻഷൻ ആണ് കേട്ടോ. ഇത് ടെൻഷൻ ആണ്. യു ഹാഡ് ഫൗണ്ട് ദ ന്യൂ ടെൻഷൻ. ആൻഡ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് t ബൈ മ്യൂ. സോ വാട്ട് വിൽ ബി ദ ന്യൂ വെലോസിറ്റി? ഇതാണ് ഇവിടെ ക്വസ്റ്റ്യൻ.
അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി v ആണെങ്കിൽ ഫൈനൽ വെലോസിറ്റി v1, അത് നമുക്ക് v1ൻ്റെ കാര്യം പറയാം. ഇത് എത്രയായിരിക്കും? 1.1v ആയിരിക്കും. v2 എത്രയായിരിക്കും? ഇതാണ് 2. v2 വിൽ ബി 1.2v. v3 എത്രയായിരിക്കും? 1.3v. ശരിയല്ലേ? ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? കാരണം വെലോസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ. റൂട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? വെലോസിറ്റി കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ്, റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് തന്നിരിക്കുന്നത്? 1.21, 1.44, 1.69 തന്നിരിക്കുന്നത്. അപ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ന്യൂ വെലോസിറ്റീസ് ആസ് 1.1v, 1.2v അല്ലെങ്കിൽ 1.3v. ഇനി എന്താ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്? യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ദ പെർസെൻറ്റേജ് ചേഞ്ച്. പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കാൻ ഫൈനൽ v minus initial v divided by initial v into 100. So you will be getting 0.1 into 100 which is equal to 10%, അല്ലെങ്കിൽ 20%, അല്ലെങ്കിലോ 30%. ക്ലിയർ? ഇതുപോലെ എന്തും ചെയ്യാൻ പറ്റും. 9% ഡിക്രീസ് എന്ന് കൊടുക്കുകയാണ്. 9% ഡിക്രീസ്, 9 അല്ല 100, 19% ഡിക്രീസ്. 19% ഡിക്രീസ് ചെയ്യുമ്പോൾ എത്രയാവും? 81 ആകും. 81 റൂട്ട് എടുക്കുമ്പോൾ എത്രയാണ്? 0.9. ശരിയല്ലേ? 0.9 എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും എത്രയാവും? 10%. ഇവിടെ ഇൻക്രീസ് ആണ്, അവിടെ ഡിക്രീസ് ആയിരിക്കും. ശരിയല്ലേ? 21% ഇൻക്രീസ് ചെയ്തപ്പോഴാണ് 10% ഡിക്രീസ് ഇൻ വെലോസിറ്റി ഉണ്ടായത്. പക്ഷേ 10% ഡിക്രീസ് ഇൻ ദ വെലോസിറ്റി ഉണ്ടാകാൻ എന്ത് വേണ്ട? 21% ഡിക്രീസിൻ്റെ ആവശ്യമില്ല. അവിടെ വെറും എത്ര പെർസെൻറ്റേജിൻ്റെ ആവശ്യമുള്ളൂ? 19% ഡിക്രീസ് ആവശ്യമുള്ളൂ. കറക്റ്റ്? ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു കൺസെപ്റ്റിലേക്ക് പോവാണ്. അടുത്ത് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? നമുക്ക് 3 ടൈപ്പ് പൈപ്പ് ഉണ്ട്. 3 ടൈപ്പ്, ഒന്ന് ഓപ്പൺ പൈപ്പ്, 2 ക്ലോസ് പൈപ്പ്, 3 സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇവിടെ 3 എന്താണ് ഡിഫറൻസ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഏതൊക്കെയാണ്? ഓപ്പൺ പൈപ്പ് ഉണ്ട്, ക്ലോസ് പൈപ്പ് ഉണ്ട്, സ്ട്രെച്ച്ഡ് സ്ട്രിങ് ഉണ്ട്. കറക്റ്റ്? ഫസ്റ്റ് നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ എങ്ങനെയാണ് ഒരു വേവ് പോകുന്നത് എന്ന് പഠിക്കും. ഇതാണ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്. അതിനു മുമ്പ് വാട്ട് ഈസ് ആൻറ്റിനോഡ്, വാട്ട് ഈസ് നോഡ്? ആൻറ്റിനോഡ് എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റിനോഡ് എന്ന് പറയുന്നത് ദ പോയിന്റ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് ആൻറ്റിനോഡ്, പോയിന്റ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്. നോഡ് എന്ന് പറയുന്നതോ 0 ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് എപ്പോഴും നോഡ് എന്ന് പറയുന്നത് കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളിലായിരിക്കും നോഡ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഏതാ നോഡ്? ഇതൊരു നോഡ്, ഇതൊരു നോഡ്. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സ്ഥലം, അതാണ് എന്ത്? ആൻറ്റിനോഡ്. എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഓക്കെ അല്ലേ? കമോൺ, കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് വന്നേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ സ്ഥലത്ത് നമുക്ക് എന്തുണ്ടാകും? നോഡും ഉണ്ടാകും, ആൻറ്റിനോഡും ഉണ്ടാകും. നോഡ് എന്ന് പറയുന്നത് എവിടെയാണ്? കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളാണ് എപ്പോഴും എന്തുണ്ടാകുക? നോഡ് ഉണ്ടാകുക. അതുപോലെ ആൻറ്റിനോഡ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവുക? ആൻറ്റിനോഡ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ഉള്ള പോയിന്റ്സ് ആണ്. പക്ഷേ ആൻറ്റിനോഡാണ് പ്രഷർ മാക്സിമം. അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആണ്, പ്രഷർ മിനിമം. ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആണ്, പ്രഷർ മിനിമം. ഡിസ്പ്ലേസ്മെൻറ്റ് മിനിമം ആണ്, പ്രഷർ മാക്സിമം. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് വരുമ്പം നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിന് പറയുന്ന അതേ കാര്യമായിരിക്കും എവിടെ വരിക? ഓപ്പൺ പൈപ്പിൽ വരിക. നമുക്ക് ഓപ്പൺ പൈപ്പും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങും ഒക്കെ ഏകദേശം ഒരുമിച്ച് തന്നെ പഠിക്കാൻ പറ്റും. എന്താണ് ഓപ്പൺ പൈപ്പ്? ഇതാണ് ഒരു ഓപ്പൺ പൈപ്പ്. ക്ലിയർ? ഇതാണ് ഒരു ഓപ്പൺ പൈപ്പ്. നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ് പഠിച്ചു, ഓപ്പൺ പൈപ്പ് പഠിച്ചു. ഇനി ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? രണ്ട് സൈഡും ക്ലോസ്ഡ് ആണെങ്കിൽ അതിന് പിന്നെ പൈപ്പ് എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഒരു ക്ലോസ് പൈപ്പ്, അതിൻ്റെ ഒരു സൈഡ് ക്ലോസ്ഡ് ആണ്. അപ്പോൾ വേവ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയാണ് ആ വേവ് പോകുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ സിമ്പിളായിട്ട്, അത് ഇനി ഒരിക്കലും നിങ്ങൾക്ക് എന്തിൻ്റെ ആവശ്യം വരില്ല. ഇതൊന്നും നമുക്ക് ഒരിക്കലും ഇക്വേഷൻ വെച്ച് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യം വരില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാനൊരു വേവ് വരയ്ക്കുകയാണ്. നമ്മളൊരു വേവ് പഠിക്കുമ്പോൾ എല്ലാവരും ഇവിടെ ഇല്ലേ? കേൾക്കുന്നില്ല എല്ലാം? ഓക്കെ, അപ്പോൾ ഇത് മൊത്തമാണ് എന്ത്? ലാംഡ. ഇത് മൊത്തമാണ് ലാംഡ. കറക്റ്റ്? ഈ ഒരു ലാംഡ ഞാൻ വരയ്ക്കുന്ന സമയത്ത് ഞാൻ താഴെയും കൂടെ ഒരു വേവ് വരയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ഒരു വേവ് ഞാൻ വരയ്ക്കുകയാണ്. ഈ ഒരു വേവിൽ എത്ര നോഡ് വന്നിട്ടുണ്ട്? നോഡ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടിമുട്ടുന്ന പോയിന്റുകളാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. ഇതൊരു നോഡാണ്, ഇത് മറ്റൊരു നോഡാണ്, ഇത് വേറൊരു നോഡാണ്. എത്ര ആൻറ്റിനോഡുണ്ട്? ഇതൊരു ആൻറ്റിനോഡാണ്, ഇത് മറ്റൊരു ആൻറ്റിനോഡാണ്. അപ്പോൾ 3 നോഡ് വന്നു, 2 ആൻറ്റിനോഡും വന്നു. 3 നോഡും 2 ആൻറ്റിനോഡും. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? ഈ 2 നോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഇവിടെ ഇപ്പോൾ 3 നോഡാണ് മൊത്തം ഉള്ളത്. ഇതിൽ 2 നോഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? λ/2 ആണ്. ശരിയല്ലേ? കാരണം അല്ലേ, 2 നോഡുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഈ ഡിസ്റ്റൻസ് λ/2 ആണ്.
അല്ലെങ്കിൽ ഈ രണ്ട് നോഡുകൾ തമ്മിൽ എത്രയാണ് ഡിസ്റ്റൻസ്? λ/2. അതുപോലെ രണ്ട് ആൻറ്റി നോഡ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇത് രണ്ട് ആൻറ്റി നോഡാണ് അല്ലേ? ആ രണ്ട് ആൻറ്റി നോഡ് തമ്മിലും λ/2. പക്ഷേ ഒരു നോഡും ഒരു ആൻറ്റി നോഡും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ബിറ്റ്വീൻ വൺ നോഡ് ആൻഡ് വൺ ആൻറ്റി നോഡ്. അവിടെ ഇറ്റ് വിൽ ബി ബിക്കമിങ് λ/4. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുക. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് പഠിക്കാൻ പോവാണ്? ക്ലോസ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ് എല്ലാം പഠിക്കാൻ പോവാണ്. ഈ പറയുന്ന എല്ലാ പൈപ്പുകൾക്കും ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനുമെല്ലാം ഫസ്റ്റ് ഹാർമോണിക് ഉണ്ട്, സെക്കൻഡ് ഹാർമോണിക് ഉണ്ട്, തേർഡ് ഹാർമോണിക് ഉണ്ട്, അതുപോലെ nth ഹാർമോണിക് ഉണ്ട്. എന്താണ് ഈ ഹാർമോണിക്സ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആദ്യം കേൾക്കുന്ന ഫ്രീക്വൻസി, രണ്ടാമത് കേൾക്കുന്ന ഫ്രീക്വൻസി, മൂന്നാമത്, അങ്ങനെ ഓരോ ഹാർമോണിക്കിലും നിങ്ങൾ ഈ വേവിൻ്റെ അല്ലെങ്കിൽ ഓരോ വേവും ഈ ക്ലോസ് പൈപ്പിലും ഓപ്പൺ പൈപ്പിലും ഒക്കെ ഉണ്ടാക്കുന്ന സൗണ്ട് നമ്മൾ കേൾക്കും. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ഫ്രീക്വൻസിനെയാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഹാർമോണിക് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കേൾക്കുന്നത്. ക്ലിയർ? അതിനാണ് ഹാർമോണിക് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഹാർമോണിക് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി വൈബ്രേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് ഫ്രീക്വൻസി. ക്ലിയർ? ഓക്കെ. ഇനി എന്താണ് ഓവർടോൺ? ഓവർടോൺ എന്ന് പറയുന്നത് ഓവർ ടോൺ എബോവ് ദ പ്രീവിയസ് ടോൺ. ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത് സെക്കൻഡ് ഹാർമോണിക് ആണ്. സെക്കൻഡ് ഓവർടോൺ എന്ന് പറയുന്നത് തേർഡ് ഹാർമോണിക് ആണ്. എബോവ് ദ പ്രീവിയസ് വൺ. അത്രേ ഉള്ളൂ. ക്ലിയർ? നമുക്ക് എല്ലായിടത്തും എന്തുണ്ട്? ഫസ്റ്റ് ഹാർമോണിക് ഉണ്ട്, സെക്കൻഡ് ഹാർമോണിക് ഉണ്ട്, തേർഡ് ഹാർമോണിക് ഉണ്ട്. ഈ പറഞ്ഞ പോയിന്റ് ഞാൻ ചെറുതായിട്ടൊന്ന് തിരുത്തുകയാണ്. എല്ലായിടത്തും എന്തില്ല? എല്ലാ ഹാർമോണിക്കും ഇല്ല. എല്ലാ ഹാർമോണിക്കും എവിടെയൊക്കെയുണ്ട്? സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലും. ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാർക്ക് ചെയ്യണം. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ എന്തുണ്ട്? ഓൾ ഹാർമോണിക്സ് ആർ പ്രസന്റ്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൽ ഓൾ ഹാർമോണിക്സ് ആർ പ്രസന്റ്. ഇനി ഓപ്പൺ പൈപ്പിലും എന്ത് പ്രസന്റ് ആണ്? ഓപ്പൺ പൈപ്പിലും ഓൾ ഹാർമോണിക്സ് ആർ പ്രസന്റ്. പക്ഷേ ക്ലോസ്ഡ് പൈപ്പിൽ എന്തില്ല? ഓൺലി ഓഡ് ഹാർമോണിക്സ് ആർ പ്രസന്റ്. ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ഓപ്പൺ പൈപ്പിലും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലും എല്ലാ ഹാർമോണിക്കും ഉണ്ട്. അവിടെ എനിക്ക് എന്ത് പറയാം? ഫസ്റ്റ് ഹാർമോണിക്, സെക്കൻഡ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫോർത്ത് ഹാർമോണിക്, അങ്ങനെ എല്ലാ ഹാർമോണിക്സും അവിടെ പ്രസന്റ് ആണ്. പക്ഷേ ഒരു ക്ലോസ്ഡ് പൈപ്പ് എടുക്കുമ്പോൾ അവിടെ എന്തില്ല? എല്ലാ ഹാർമോണിക്സും ഇല്ല. അവിടെ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. അതായത് ഫസ്റ്റ് ഹാർമോണിക്, തേർഡ് ഹാർമോണിക്, ഫിഫ്ത്ത് ഹാർമോണിക്, സെവൻത്ത് ഹാർമോണിക്. അങ്ങനെയാണെങ്കിൽ ഇനി ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓവർടോൺ ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്? ഒരു ക്ലോസ്ഡ് പൈപ്പിലെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത് എത്രാമത്തെ ഹാർമോണിക് ആണ്? ഒരു ക്ലോസ്ഡ് പൈപ്പിലെ ഫസ്റ്റ് ഓവർടോൺ. വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓവർടോൺ ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്? അത് എത്രാമത്തെ ഓവർടോൺ? വാട്ട് ഈസ് ദ ഫസ്റ്റ് ഓവർടോൺ ഇൻ എ ക്ലോസ്ഡ് പൈപ്പ്? എത്രാമത്തെ ഹാർമോണിക് ആണ്? ഒന്ന് ആൻസർ പറഞ്ഞേ. കമോൺ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ജസ്റ്റ് പെട്ടെന്ന് ആൻസർ, നമുക്ക് പെട്ടെന്ന് മുന്നോട്ട് പോവാം. ശരിയാണ്, സിമ്പിൾ അല്ലേ? തേർഡ് ഹാർമോണിക് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി. ഇനിയിപ്പോൾ അതിന് കൂടുതലൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ശ്രദ്ധിക്കുക. നമ്മളിനി ആദ്യം നമ്മൾ സ്ട്രെച്ച്ഡ് സ്ട്രിങ് നമ്മൾ പഠിക്കാൻ പോവാണ്. കറക്റ്റ്? ഓക്കെ, തേർഡ് ഹാർമോണിക് ആണ് കേട്ടോ. ചില കുട്ടികൾ അവിടെ തെറ്റ് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല. നമുക്കിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നിങ്ങളിവിടെ നോക്കാം. യു വിൽ ബി സീയിങ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഈ സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ 3 ഹാർമോണിക്ക് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ 3 ഹാർമോണിക്ക് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ഹാർമോണിക്, ഇതാണ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ സെക്കൻഡ് ഹാർമോണിക്, ഇതാണ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ തേർഡ് ഹാർമോണിക്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആദ്യം ഇവിടെ എത്ര നോഡും എത്ര ആൻറ്റി നോഡും ഉണ്ട്? ഇവിടെ 2 നോഡും 1 ആൻറ്റി നോഡും. ശരിയല്ലേ? ഇവിടെയോ? ഇവിടെ 3 നോഡും 2 ആൻറ്റി നോഡും. ശരിയല്ലേ? ഇവിടെയോ? 1 2 3 4 4 നോഡും 3 ആൻറ്റി നോഡും. ഇതെങ്ങനെയാണ് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുക? നമ്പർ ഓഫ് ഹാർമോണിക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആൻറ്റി നോഡ്.
നമ്പർ ഓഫ് ഹാർമോണിക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആൻറ്റിനോഡ്. ഇവിടെ നിങ്ങൾ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അപ്പോൾ ചെറുതായിട്ട് എന്ത് ചെയ്യുക, ആ ഫിഗർ വരയ്ക്കുക. ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ ഓപ്പൺ പൈപ്പിൻ്റെ ഫിഗർ വരയ്ക്കുക, ക്ലോസ് പൈപ്പ് ആണെങ്കിൽ ക്ലോസ് പൈപ്പിൻ്റെ ഒരു ഫിഗർ വരയ്ക്കുക, സ്ട്രെച്ച് സ്ട്രിങ് ആണെങ്കിൽ ചെറിയൊരു ഫിഗർ സൈഡിലായിട്ട് വരച്ചിടാം. there will be no more confusions there. Clear? So here എന്ത് നിങ്ങൾക്ക് പറയാം, നമ്പർ ഓഫ് ഹാർമോണിക് h എന്നാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്പർ ഓഫ് ഹാർമോണിക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആൻറ്റിനോഡ് ആൻഡ് മറ്റൊരു കാര്യം നമ്പർ ഓഫ് നോഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ആൻറ്റിനോഡ് പ്ലസ് 1. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് എവിടെ പറയാൻ പറ്റും, സ്ട്രെച്ച് സ്ട്രിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം, ഇതിൻ്റെ ലെങ്ത് എങ്ങനെ പറയാൻ പറ്റും, വാട്ട് വിൽ ബി ദ ലെങ്ത് ഹിയർ. ഇവിടെ ലെങ്ത് എത്രയാണ് നിങ്ങൾ നോക്കിയാൽ, ആദ്യത്തെ കേസിൽ ലെങ്ത് എത്രയാണ്, ഇത് λ/2 ആണ്. രണ്ടാമത്തെ കേസിലോ 2 × λ/2 ആണ് ലെങ്ത് വരുന്നത്. കാരണം ഈ ഒരു ലെങ്ത് പറയുന്നത് λ/2 ആണ്. ബിറ്റ്വീൻ 2 നോഡ്സ് λ/2 ആണെന്ന് നമുക്കറിയാം. ഇവിടെയോ ഇവിടെ അങ്ങനെ 2 എണ്ണം വരുന്നുണ്ട്, ശരിയല്ലേ? അതുകൊണ്ട് 2 × λ/2. മൂന്നാമത്തെ കേസിൽ അങ്ങനെ 3 എണ്ണം വരുന്നുണ്ട്. സോ ദ ലെങ്ത് വിൽ ബി 3 × λ/2. അപ്പോൾ ഇതുപോലെ nth ഹാർമോണിക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, n × λ/2 ആണ് ലെങ്ത്. n × λ/2 കറക്റ്റ്, n ടൈംസ് λ/2. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഫണ്ടമെൻ്റൽ ലെങ്ത് ഇനിഷ്യൽ ലെങ്ത് λ/2 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ nth ഹാർമോണിക്കിൻ്റെ ലെങ്ത് എങ്ങനെ പറയാൻ പറ്റും, n × λ/2. ഇനി ഇവിടെ അപ്പോൾ ഇതാണ് വെലോസിറ്റിയുടെ ഇക്വേഷൻ, ഇതാണ് വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ആ ഒരു പൈപ്പിൻ്റെ ആ ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ L ഈസ് ഈക്വൽ ടു λ/2. അപ്പോൾ അവിടെ ഞാൻ ജനറൽ ഇക്വേഷൻ എഴുതാൻ പോവാണ്. L ഈസ് ഈക്വൽ ടു n × λ/2. ഇവിടെ n എന്താണ്, n ഹാർമോണിക് ആണ്. ക്ലിയർ, n ഈസ് ദ ഹാർമോണിക് ഹിയർ. ഫസ്റ്റ് ഹാർമോണിക് ആണെങ്കിൽ 1 × λ/2, nth ഹാർമോണിക് ആണെങ്കിൽ n × λ/2. ലെങ്ത് കണ്ടുപിടിച്ചു. ഇനി ഇവിടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇവിടെ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ F ഈസ് ഈക്വൽ ടു V/2L. F ഈസ് ഈക്വൽ ടു V/2L. ഇപ്പോൾ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് എഴുതാം, F ഈസ് ഈക്വൽ ടു V/2L. ഇവിടെ രണ്ടാമത്തെ ഇവിടെ വരുമ്പോൾ 2 × V/2L, 3 × V/2L. അതുപോലെ n വരുമ്പോൾ n × V/2L എന്ന് വരും. സോ ഫ്രീക്വൻസി ക്യാൻ ബി ഗിവൺ ബൈ ദി ഇക്വേഷൻ n × V/2L. റൈറ്റ്, ശരിയല്ലേ? ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്തൊരു കാര്യം, ജസ്റ്റ് നമ്മൾ ഫിഗർ വരയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നമുക്ക് ക്ലിയർ ആണ്. നമ്പർ ഓഫ് ഹാർമോണിക്സും നമ്പർ ഓഫ് നോഡും, നമ്പർ ഓഫ് ഹാർമോണിക് നമ്പർ ഓഫ് ആൻറ്റിനോഡ് ഈക്വൽ ആണ്. നമ്പർ ഓഫ് നോഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോഡ് ഈസ് ഈക്വൽ നമ്പർ ഓഫ് ആൻറ്റിനോഡ് പ്ലസ് 1. അതുപോലെ ലെങ്ത്ത് നോക്കിയാൽ മനസ്സിലാകും, രണ്ട് ആൻറ്റിനോഡുകൾക്കിടയിലുള്ള ദൂരം എത്രയാണ്, λ/2. ഇവിടെ 2 ആൻറ്റിനോഡേ ഉള്ളൂ. സോ 1 × λ/2. 3 ആൻറ്റിനോഡ്, സോ 2 × λ/2, 3 × λ/2. ഇനി അതുപോലെ nth ഹാർമോണിക് വരുമ്പോൾ n × λ/2. റൈറ്റ് ഓർ റോങ്? ക്ലിയർ? എല്ലാവർക്കും മനസ്സിലാവുന്നില്ലേ? ഓക്കെ. ഇപ്പം നമ്മൾ എന്ത് പഠിച്ചു, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ എന്ത് വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ നമ്മൾ ഓപ്പൺ പൈപ്പിലേക്ക് പോവാണ്. ശ്രദ്ധിക്കുക, ഇതാണ് ഒരു ഓപ്പൺ പൈപ്പ്. ഞാനൊരു ഓപ്പൺ പൈപ്പ് വരയ്ക്കുകയാണ്. ഇതാണ് ഒരു ഓപ്പൺ പൈപ്പിൻ്റെ ഫസ്റ്റ് ഹാർമോണിക്. ക്ലിയർ? ഓക്കെ, നൗ പ്ലീസ് ലിസൺ ഹിയർ. ഇവിടെ എത്ര ആൻറ്റിനോഡും എത്ര നോഡും എന്നുള്ള കാര്യം ആരും മനസ്സിലാക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എൻ ഓപ്പൺ പൈപ്പ് ആൻഡ് എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇത് രണ്ടും കുറേ കാര്യങ്ങളിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ഇവർ തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം എന്താണ്, ആൻറ്റിനോഡും നോഡും തമ്മിലുള്ള ഇവരുടെ ബന്ധം, അവിടെയാണ് വ്യത്യാസം വരുന്നത്. സി യു നോ ദാറ്റ് ദിസ് ഈസ് എ നോഡ് ഹിയർ. ഇത് ആൻറ്റിനോഡാണ്, ഇത് ആൻറ്റിനോഡാണ്. അതുപോലെ ഇവിടെ 2 ആൻറ്റിനോഡ് 2 നോഡ് 3 ആൻറ്റിനോഡും. അതുപോലെ ഇവിടെയോ 1 2 3 നോഡും 4 ആൻറ്റിനോഡും. എന്ത് മനസ്സിലായി? ഇതാണ് ഇവിടെ ഫസ്റ്റ് ഹാർമോണിക്, ഇതാണ് ഇവിടെ സെക്കൻഡ് ഹാർമോണിക്, ഇതാണ് ഇവിടെ തേർഡ് ഹാർമോണിക്. ശരിയല്ലേ? അപ്പോൾ ആദ്യം തന്നെ ഞാൻ എഴുതുകയാണ്, നമ്പർ ഓഫ് ഹാർമോണിക്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോഡ്സ്. നേരത്തെ ഞാൻ എന്താണ് എഴുതിയത്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഹാർമോണിക് നമ്പർ ഓഫ് ആൻറ്റിനോഡായിട്ടായിരുന്നു ഈക്വൽ. ഇവിടെ നമ്പർ ഓഫ് ഹാർമോണിക് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോഡ്സ്. ഇനി എന്ത് എഴുതാം, നമ്പർ ഓഫ് ആൻറ്റിനോഡ്സ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോഡ്സ് പ്ലസ് 1. നമ്പർ ഓഫ് ഹാർമോണിക്സ് ഈസ് ഈക്വൽ ടു
number of harmonics is number of antinode is equal to number of node plus 1. Number of node എത്രയാണ് അതിൻ്റെ കൂടെ ഒന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ you will be getting the number of antinodes. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വരികയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിവിടെ പറയാം. ഫസ്റ്റ് തിങ്, ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താ? ഇവിടെ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എന്താ? വി നോ ഇറ്റ്. നേരത്തെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? രണ്ട് നോഡിൻ്റെ ഇടയിലുള്ള ദൂരം എത്രയാണ്? ഇറ്റ് ഈസ് λ/2. അതുപോലെ തന്നെ രണ്ട് ആൻറ്റിനോഡിൻ്റെ ഇടയിലുള്ള ദൂരവും എത്ര തന്നെയാണ്? λ/2. അപ്പോൾ ഇനിഷ്യലി എനിക്ക് എന്ത് എഴുതാം? 1 × λ/2. തൊട്ട് താഴെ ഞാൻ എന്ത് എഴുതും? 2 × λ/2. അതിൻ്റെ താഴെ എന്ത് എഴുതും? 3 × λ/2. ശരിയല്ലേ? ഓക്കെ, ഇനി അതുപോലെ nth നോഡ് അല്ലെങ്കിൽ n നോഡ്സ് ഉള്ള ഹാർമോണിക് അല്ലെങ്കിൽ nth ഹാർമോണിക്. കാരണം ഫസ്റ്റ് ഹാർമോണിക്കിന് എത്ര നോഡുണ്ട്? ഒരു നോഡ്. സെക്കൻഡ് ഹാർമോണിക്കിന് 2 നോഡ്. തേർഡ് ഹാർമോണിക്കിന് 3 നോഡ്. അതുപോലെ ഓക്കെ, അപ്പോൾ അതുപോലെ n ഹാർമോണിക്സ് ഉള്ളൊരു ക്വസ്റ്റൻ ആണെങ്കിൽ വാട്ട് വിൽ ബി ദി ഇക്വേഷൻ? n നോഡ്സ് ഉണ്ടാവും. n നോഡ്സ് ആണുള്ളതെങ്കിലോ n × λ/2 ആയിരിക്കും അതിൻ്റെ ലെങ്ത് ഈസ് ഈക്വൽ ടു n × λ/2. ക്ലിയർ? അപ്പോൾ നമുക്ക് ലെങ്ത് മനസ്സിലായി. നേരത്തെ നമ്മുടെ ഇക്വേഷനിലും ലെങ്ത് എന്ത് തന്നെയായിരുന്നു? n × λ/2. പക്ഷേ അവിടെ n എന്ന് പറയുന്ന നമ്പർ ഓഫ് ആൻറ്റിനോഡ്സ് ആയിരുന്നു. ഇവിടെ n എന്ന് പറയുന്ന നമ്പർ ഓഫ് നോഡ്സ് ആണ്. ക്ലിയർ? ഓക്കെ, ലെങ്ത് മനസ്സിലായി. ഇനി അടുത്ത വെലോസിറ്റിയുടെ ഇക്വേഷൻ, ഫ്രീക്വൻസി f ഈസ് ഈക്വൽ ടു v/, ഇവിടെ എന്ത് തന്നെയാണ്? 2l ആണ്. ഫസ്റ്റ് വൺ ആണെങ്കിൽ 1 × v/2l, സെക്കൻഡ് വൺ 2 × v/2l ആൻഡ് nth വൺ n × v/2l. ഓക്കെ, അതും കഴിഞ്ഞു. സോ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ l ഈസ് ഈക്വൽ ടു n v/2l. L is equal to n into λ/2. Frequency f is equal to v/2l. n into v/2l. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് ഇവിടെ എന്തില്ല? മാറ്റമില്ല. ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി റിമെയിൻസ് ദ സെയിം. ലെങ്ത് എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് λ/2. ക്ലിയർ? കാരണം അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ക്ലോസ് പൈപ്പാണ്. അവിടെ ഈ പറഞ്ഞ റിലേഷൻസ് മാറും. ഇവിടെ λ/2ൻ്റെയും v/2l ടേംസിലാണ് നമ്മൾ ലെങ്ത്തും ഫ്രീക്വൻസിയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ക്ലോസ് പൈപ്പ്. ക്ലോസ് പൈപ്പിന് ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. അവിടെ എന്തില്ല? ഈവൺ ഹാർമോണിക്സ് ഇല്ല. നേരത്തെ നമ്മൾ പഠിച്ച സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിനും ഓപ്പൺ പൈപ്പിനും ബോത്ത് ദേ വർ ഹാവിങ് ഓൾ ഹാർമോണിക്സ് വർ പ്രസൻറ്റ്. അതാണ് രണ്ടുപേരുടെ സിമിലാരിറ്റി. ഇത് ഓൾ ഇന്ത്യ എക്സാമിനേഷന് 2014 2015 15 ഓൾ ഇന്ത്യ എക്സാമിനേഷന് 4 ചോദ്യങ്ങൾ ചോദിച്ചതിൽ 4 മൾട്ടിപ്പിൾ ചോയ്സ് ചോദിച്ചതിൽ ഒരു ചോദ്യം ഇതാണ്. ഇത് തന്നിരിക്കുന്നതിൽ ഏതാണ്? വിച്ച് അമോങ് ദ ഫോളോയിങ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്? അതിൽ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതായിരുന്നു: ഓഡ് harmonics are present in an open pipe. Odd harmonics are present in open pipe എന്ന് പറയുമ്പോൾ അത് എന്താണ്? അത് ശരിയാണ്. കാരണം ഓപ്പൺ പൈപ്പിൽ എന്തുണ്ട്? ഓഡ് ഹാർമോണിക്സ് ഉണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റാണ്. only odd harmonics are present in open pipe എന്ന് പറയുമ്പോൾ അതെന്തായി? തെറ്റായി. കാരണം ഓപ്പൺ പൈപ്പിൽ all harmonics are present. അതുപോലെ ക്ലോസ് പൈപ്പ് പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും? odd harmonics are present in ക്ലോസ് പൈപ്പ്. അത് ശരിയാണ്. only odd harmonics are present in close pipe എന്ന് പറഞ്ഞാലും അത് ശരിയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ പോലെ ക്വസ്റ്റ്യനുകൾ ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും പ്രോബ്ലംസ് മാത്രമല്ല, അവിടെ നമുക്ക് എന്തും കൂടെ ഉണ്ട്. കുറച്ച് തിയറി ബേസ്ഡ് കാര്യം. കാരണം ഇതൊക്കെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എക്സാം ടൈം എത്തുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ വരണം അവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല. ചെറിയൊരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ. ഇപ്പോൾ ക്ലോസ് പൈപ്പിൽ ഇങ്ങനെയാണ് നോഡും ആൻറ്റിനോഡും തമ്മിലുള്ള റിലേഷൻ. അവിടെ എങ്ങനെ ചോദ്യം മാറ്റി ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് സംഭവിക്കില്ല? ഉത്തരം മാറിപ്പോയില്ല. ശ്രദ്ധിക്കാം. ഇപ്പം ഇവിടെ ഇതാണ് ഫസ്റ്റ് ഹാർമോണിക്. ഇതാണ് സെക്കൻഡ് ഹാർമോണിക്. ഇതാണ് തേർഡ് ഹാർമോണിക്. ഇവിടെ ഒരു നോഡും ഒരു ആൻറ്റിനോഡും, 2 നോഡും 2 ആൻറ്റിനോഡും. വരച്ച് ഒരെണ്ണം കൂടിപ്പോയി. ഓക്കെ, സി ഇവിടെ 1
2 3 മൂന്ന് നോഡും 3 ആൻറ്റിനോഡും. അപ്പോൾ ആദ്യം എനിക്ക് എന്ത് പറയാം, ഇവിടെ നമ്പർ ഓഫ് നോഡ് നമ്പർ ഓഫ് ആൻറ്റിനോഡും ഈക്വൽ ആണ്. ഫസ്റ്റ് നമ്പർ ഓഫ് നോഡ് നമ്പർ ഓഫ് ആൻറ്റിനോഡും ഈക്വൽ ആണ്. അതുപോലെ ഇവിടെ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഹാർമോണിക് ആൻഡ് നോഡ്, അത് നമ്മൾ എന്തായാലും പഠിക്കണം. കാരണം ഇവിടെ ഒരു നോഡ് ഉള്ളത് എന്താണ്, ഫസ്റ്റ് ഹാർമോണിക് ആണ്. പക്ഷേ 2 നോഡ് ഉള്ളത് എന്തല്ല, സെക്കൻഡ് ഹാർമോണിക് അല്ല. കാരണം ഇവിടെ എന്തില്ല, ഈവൺ ഹാർമോണിക്സ് ഇല്ല. സോ 2 നോഡ് ഉള്ളതാണ് ഇവിടെ എന്ത്, തേർഡ് ഹാർമോണിക്. സോ ഹൗ ക്യാൻ യു റൈറ്റ് ദി ഇക്വേഷൻ 2n - 1 ഇൻറ്റു നമ്പർ ഓഫ് നോഡ് അല്ലെങ്കിൽ ആൻറ്റിനോഡ്, കാരണം 2 സെയിം ആണ്, വിൽ ഗിവ് യു ദ ഹാർമോണിക്. ഫസ്റ്റ് വൺ 2n - 1, എത്ര നോഡുണ്ട്, ഒരു നോഡ്, ശരിയല്ലേ? സോ ദ ഹാർമോണിക് ഈസ് 1. അതുപോലെ 2n - 1, ഈ 2n - 1ൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സെക്കൻഡ് വൺ ആണെങ്കിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 2 - 1, കറക്റ്റ്. ഇവിടെ n വേണോ, സി ഇൻസ്റ്റെഡ് ഓഫ് n യു ഷുഡ് റൈറ്റ് ദ നമ്പർ ഓഫ് നോഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആൻറ്റിനോഡ്. ഇപ്പോൾ 2n - 1 എന്ന ഇക്വേഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നോഡ് അല്ലെങ്കിൽ ആൻറ്റിനോഡിൻ്റെ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് കേസിൽ 2n - 1, n എത്രയാണ്, 1. സോ 2 × 1 - 1, യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ, ഇറ്റ് ഈസ് ഫസ്റ്റ് ഹാർമോണിക്. ഇനി 2 നോഡ് ഉള്ളപ്പോൾ അത് ഏത് ഹാർമോണിക് എന്ന് എങ്ങനെ മനസ്സിലാവും, 2 × 2 - 1, 4 - 1, സോ ഇറ്റ് ഈസ് തേർഡ് ഹാർമോണിക്. ഇനി 3 നോഡ് ഉള്ളത് ഏത് ഹാർമോണിക്കാണ്, 2 × 3 6 - 1, ഫിഫ്ത്ത് ഹാർമോണിക്, കറക്റ്റ്. ഇങ്ങനെ നമുക്ക് ഹാർമോണിക് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഫിഫ്ത്ത് ഹാർമോണിക് ആണെങ്കിൽ എത്ര നോഡ് ഉണ്ടാവും, ഫിഫ്ത്ത് ഹാർമോണിക്കിൽ 3 നോഡ്, തേർഡ് ഹാർമോണിക്കിൽ 2 നോഡ്, ഫസ്റ്റ് ഹാർമോണിക്കിൽ 1 നോഡ്. സോ ദാറ്റ് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് നോഡ്സ് ആൻഡ് നമ്പർ ഓഫ് ഹാർമോണിക്സ്, ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ലെങ്ത് കാര്യങ്ങളിലേക്ക് പോകാം. ഇവിടെ എങ്ങനെയാണ് ലെങ്ത് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് കേസിലെ ലെങ്ത് എത്രയായിരിക്കും? അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആൻ ആൻറ്റിനോഡ് ആൻഡ് എ നോഡ്. ഒരു ആൻറ്റിനോഡ് നോഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? പെട്ടെന്ന് പറഞ്ഞ ആൻസർ. അങ്ങനെയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു സോൾവ് എവറിത്തിങ്. ആൻറ്റിനോഡും നോഡും തമ്മിലുള്ള റിലേഷൻ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ആൻ ആൻറ്റിനോഡ് ആൻഡ് എ നോഡ്? ആൻറ്റിനോഡും നോഡും തമ്മിലുള്ള റിലേഷൻ, പെട്ടെന്ന് ഒരാൾ പറഞ്ഞേ, ആൻറ്റിനോഡും നോഡും തമ്മിലുള്ള റിലേഷൻ, ആൻറ്റിനോഡും നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആൻ ആൻറ്റിനോഡ് ആൻഡ് എ നോഡ്? നോഡും തമ്മിൽ λ/2, ആൻറ്റിനോഡും തമ്മിൽ λ/2, നോഡും ആൻറ്റിനോഡും തമ്മിൽ എത്രയാണ്? ഇറ്റ് ഈസ് λ/4. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ എന്തുണ്ട്, ആൻറ്റിനോഡും നോഡും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ ഉണ്ട്. അതെത്രയാണ്? λ/4. അതിൻ്റെ കൂടെ ഇവിടെ എന്താണ് വരുന്നത്, ഒരു എക്സ്ട്രാ ലാംഡ, ശരിയല്ലേ? ഇനി അത് കഴിഞ്ഞിട്ടും അടുത്തൊരു ഇത് വരുമ്പോൾ അതിൻ്റെ കൂടെ എത്ര ലാംഡ വന്നു, 2 ലാംഡ വന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ എല്ലാ ഇക്വേഷനിലും എന്തുണ്ടാകും, λ/4 ഉണ്ടാകും. ആ λ/4ൻ്റെ കൂടെ ഓരോ ഹാർമോണിക് കഴിയുമ്പോഴും ഓരോ ലാംഡ കൂടി വരികയാണ്, ശരിയല്ലേ? അപ്പോൾ അവിടെ എനിക്ക് എന്ത് വേണം, ഒരു കോമൺ ഇക്വേഷൻ വേണം. അപ്പോൾ അവിടെ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഇക്വേഷൻ 2n - 1 ഇൻറ്റു λ/4 ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ലെങ്ത്. ഫസ്റ്റ് കേസിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, λ/4 എന്ന് കിട്ടും. ഇനി n-ന് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴോ, 2 × 2 - 1, 3 λ/4. അടുത്തതോ 5 λ/4, ശരിയല്ലേ? അപ്പോൾ എത്രാമത്തെ ഹാർമോണിക് ആണോ ആ ഹാർമോണിക് ഇൻറ്റു λ/4. nth ഹാർമോണിക് ആണെങ്കിലോ ദാറ്റ് ഇൻറ്റു λ/4. സോ 2n - 1 λ/4 വിൽ ഗീവ് യു ദ ലെങ്ത്, ശരിയല്ലേ? ലാംഡ പ്ലസ് ലാംഡ, അതായത് 2 ലാംഡ പ്ലസ് λ/4 വിച്ച് ഈസ് ഈക്വൽ ടു ഇത് ലാംഡ അല്ല, λ/2 ആണ് അല്ലേ? ബിറ്റ്വീൻ ആൻറ്റിനോഡ് ആൻഡ് എ നോഡ് λ/2. അതുപോലെ ഇവിടെ λ/2 പ്ലസ് λ/2 എത്രയാണ്, ലാംഡ പ്ലസ് λ/4. ഇവിടെ ലാംഡ പ്ലസ് λ/4 വിൽ ഗീവ് യു 5 λ/4. ഇവിടെയോ λ/2 പ്ലസ് λ/4, 3 λ/4. ഫസ്റ്റ് കേസിൽ λ/4 തന്നെ. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി പഠിക്കുകയാണെങ്കിൽ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല, ഇനി നിങ്ങളത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് കേസിൽ λ/4, രണ്ടാമത്തെ കേസിലോ അതിൻ്റെ കൂടെ ഒരു λ/2 കൂടെ വന്ന് ജോയിൻ ചെയ്യാണ്, കാരണം 2 ആൻറ്റിനോഡുകളുടെ ഇടയിലുള്ള ദൂരം λ/2 ആണ്. സോ λ/2 പ്ലസ് λ/4 വിൽ ഗീവ് യു 3 λ/4. ഇനി അടുത്ത കേസിലോ λ/2 പ്ലസ് λ/2
പ്ലസ് ലാംഡ ബൈ 4 എത്രയായി ലാംഡ പ്ലസ് ലാംഡ ബൈ 4 5 ലാംഡ ബൈ 4. സോ അത് എത്രാമത്തെ ഹാർമോണിക് ആണ് ഫസ്റ്റ് ഹാർമോണിക്കിന് ലാംഡ ബൈ 4, തേർഡ് ഹാർമോണിക്കിന് 3 ലാംഡ ബൈ 4, ഫിഫ്ത്ത് ഹാർമോണിക്കിന് 5 ലാംഡ ബൈ 4. അപ്പോൾ അതുപോലെ ഒരു ക്ലോസ്ഡ് പൈപ്പിൽ നിങ്ങളോട് ഫിഫ്ത്ത് ഹാർമോണിക് എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് മാത്രമേ ഉള്ളൂ ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ nth ഹാർമോണിക് എന്ന് പറഞ്ഞാലോ n ലാംഡ ബൈ 4. ഇനി നിങ്ങൾക്ക് അതിന് പകരം അവർ നമ്പർ ഓഫ് നോഡ് അല്ലെങ്കിൽ ആൻറ്റിനോഡാണ് തരുന്നതെങ്കിൽ അവിടെ എന്ത് ഇക്വേഷൻ കൊടുക്കുക 2n - 1 ലാംഡ ബൈ 4. ഓക്കെ ഓക്കെ ഇവിടെ 3 ആൻറ്റിനോഡ് ഉണ്ട് അല്ലെങ്കിൽ 3 നോഡ് ഉണ്ട്. ഇക്വേഷനിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 2 × n - 1 × ലാംഡ ബൈ 4, 2 × 3 6 - 1 ലാംഡ ബൈ 4. യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. ഇനി ഇവിടെ നമ്മൾ ഇത്രയും നേരം പഠിച്ചപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ f = v / 2l ആയിരുന്നു. ഇവിടെ ഇക്വേഷൻ വിൽ ബി f = v / 4l. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് v / 4l. അതാണ് ഇവിടെ ഇക്വേഷൻ. ഓഡ് മൾട്ടിപ്പിൾസ് ഓഫ് v / 4l. ഓഡ് മൾട്ടിപ്പിൾസ് എങ്ങനെയാണ് 2n - 1 × v / 4l. ഫസ്റ്റ് കേസിൽ എന്ത് തന്നെ വരും v/4l എന്ന് വരും. സെക്കൻഡ് കേസിലോ 3 × v/4l. തേർഡ് കേസിലോ 5 × v / 4l. സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദ ഇക്വേഷൻ ആൻഡ് യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസേഴ്സ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക v/, ഓക്കെ ക്ലിയർ ആവുന്നില്ലേ? ഇതൊക്കെ നമുക്ക് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ. ഈ ട്യൂബ് തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ഇക്വേഷൻസ് പഠിക്കുന്നത്. ഓക്കെ ഇനി ഇവിടെ മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ പോകണം. ഇപ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യനിൽ അവർ തരികയാണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി അവർ നിങ്ങൾക്ക് തന്നു 100 ആണ് ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി. എന്നിട്ട് അവർ നിങ്ങളോട് രണ്ടാമത്തെ ഫ്രീക്വൻസി ചോദിക്കുകയാണ്. ഒരു ഓപ്പൺ പൈപ്പിൽ ഫസ്റ്റ് ഫ്രീക്വൻസി 100 ആണ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി 100 ആണെങ്കിൽ രണ്ടാമത്തെ ഫ്രീക്വൻസി എത്രയായിരിക്കും? ഫസ്റ്റ് ഹാർമോണിക് 100 ആണ് ഒരു ഓപ്പൺ പൈപ്പിൽ. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ ഫ്രീക്വൻസി എത്രയായിരിക്കും? ഫസ്റ്റ് ഫ്രീക്വൻസി 100 ആണെങ്കിൽ വാട്ട് വിൽ ബി ദ സെക്കൻഡ് ഫ്രീക്വൻസി ഇൻ ആൻ ഓപ്പൺ പൈപ്പ്. അപ്പം നിങ്ങളിപ്പോൾ ചാടിക്കറി ആൻസർ പറയുന്നതിന് മുമ്പ് ജസ്റ്റ് ഓപ്പൺ പൈപ്പിൻ്റെ ഇക്വേഷൻ ആലോചിച്ച് നോക്കുക. f = v / 2l ആണ് ഇക്വേഷൻ. അതിൽ ദ f1 f2 വിൽ ബി 2 × v / 2l ആൻഡ് f3 വിൽ ബി 3 × v / 2l. അപ്പം നിങ്ങൾക്ക് അതെ നിങ്ങൾ പറയുന്ന ആൻസർ ശരിയാണ്. ഫസ്റ്റ് 100 ആണെങ്കിൽ രണ്ടാമത് നിങ്ങൾക്ക് എന്ത് എഴുതാം 200 എന്ന് എഴുതാം, മൂന്നാമത് നിങ്ങൾക്ക് 300 എന്ന് എഴുതാം. ഇനി ഇതേ സാധനം ഞാൻ നിങ്ങളോട് ക്ലോസ്ഡ് പൈപ്പിലാണ് പറയുന്നതെങ്കിലോ ഫസ്റ്റ് 100 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? f1 = v / 4l = 100. ഇവിടെ f2 എന്തായിരിക്കും 3 × v / 4l ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 300. f3 = 5 × v / 4l ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 500. ഇവിടെ നിങ്ങൾ വ്യത്യാസം മനസ്സിലാക്കണം. കാരണം ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു സീക്വൻസ് തന്നിട്ട് ആ സീക്വൻസിലെ ഡിഫറൻസുകൾക്ക് പോലും അവിടെ എന്തുണ്ട് പ്രസക്തി ഉണ്ട്. അതെ ഫോർ എക്സാമ്പിൾ 200 - 100 എന്താണ് 100. 300 - 200 എത്രയാണ് 100. അപ്പോൾ അവിടെ ഓരോ ഹാർമോണിക്കിലെയും ഫ്രീക്വൻസികൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് തൊട്ടടുത്തുള്ള ഫ്രീക്വൻസികൾ തമ്മിൽ നിങ്ങൾ സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ഫ്രീക്വൻസീസ് വിൽ ഗിവ് യു ദ ഫസ്റ്റ് ഹാർമോണിക്. അതായത് 300 - 200 പോയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും ഫസ്റ്റ് ഹാർമോണിക്, അതായത് 100 നിങ്ങൾക്ക് കിട്ടും. 200 - 100 പോയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും ഫസ്റ്റ് ഹാർമോണിക് കിട്ടും. അതായത് 2 കോൺസിക്യൂട്ടീവ് ഫ്രീക്വൻസീസ് തമ്മിലുള്ള ഡിഫറൻസ് ഇറ്റ് വിൽ ബി ദ ഫസ്റ്റ് ഹാർമോണിക് ഇൻ ഓപ്പൺ പൈപ്പ് ആൻഡ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇത് എവിടെ മാത്രമേ ബാധകമായിട്ടുള്ളൂ? ഓപ്പൺ പൈപ്പിലും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലും. പക്ഷേ നിങ്ങൾ ക്ലോസ്ഡ് പൈപ്പ് എടുത്തിട്ട് അതുപോലെ ഒന്ന് സബ്സ്ട്രാക്ട് ചെയ്തേ. 500 - 300 യു ആർ ഗെറ്റിംഗ് 200. 300 - 100 യു ആർ ഗെറ്റിംഗ് 200. അവിടെ ആ ഡിഫറൻസിൻ്റെ പകുതിയാണ് ഫസ്റ്റ് ഹാർമോണിക്. പ്ലീസ് കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്. ആ ഡിഫറൻസ് തന്നെയാണ് ഫസ്റ്റ് ഹാർമോണിക്. എവിടെ? ഓപ്പൺ പൈപ്പിലും സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിലും. ആ ഡിഫറൻസ് തന്നെയാണ് ഫസ്റ്റ് ഹാർമോണിക്. പക്ഷേ ക്ലോസ്ഡ് പൈപ്പിൽ ആ ഡിഫറൻസ് എത്രയാണോ ആ ഡിഫറൻസിൻ്റെ പകുതിയാണ് എന്ത് ഫസ്റ്റ് ഹാർമോണിക്. 500 - 300 200. 200 / 2 100 ആണ് ഫസ്റ്റ് ഹാർമോണിക്. ഇതെവിടെയാണ്? ക്ലോസ്ഡ് പൈപ്പിൽ. ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണം. നിങ്ങൾക്കിപ്പോൾ അവരൊരു ദേ വിൽ ബി ഗിവിങ് യു എ സീക്വൻസ്. അപ്പോൾ സീക്വൻസിൽ 100 200 300 എന്ന് കാണുമ്പോൾ ഇങ്ങനെ വെറുതെ ഒരു ഫ്രീക്വൻസീസിന് ഒരു സീരീസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം. ഇപ്പം ഞാൻ ഈ തന്നിരിക്കുന്നത് ഇത് ഒരിക്കലും എന്താകില്ല, ഇതൊരു ക്ലോസ്ഡ് പൈപ്പ് ആകാൻ ഇതിന് കഴിയില്ല. കാരണം എന്താണ്?
ഇതെന്തായാലും ഒരു ക്ലോസ് പൈപ്പ് ആവില്ല. കാരണം വാട്ട് ഈസ് ദ റീസൺ? നിങ്ങൾ ഡിഫറൻസ് എടുക്കുക. ഡിഫറൻസ് എടുക്കുമ്പോൾ 100 ആണ്. 100 ആണോ ഫസ്റ്റ് ഫ്രീക്വൻസി? അല്ല. 100 ആണ് ഫസ്റ്റ് ഫ്രീക്വൻസി എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതെന്താണ്? ഇത് ഓപ്പൺ പൈപ്പാണ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഇത് ക്ലോസ്ഡ് ആകണമെങ്കിൽ ആ ഡിഫറൻസിൻ്റെ പകുതി ആയിരിക്കണം ഫസ്റ്റ് വൺ. ക്ലിയർ? ഓക്കെ. അപ്പം നിങ്ങളൊരു സീക്വൻസ് വരുമ്പോഴും നിങ്ങളെ കാര്യം മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ λ/4 എങ്ങനെയത് പഠിക്കേണ്ടതെന്നൊക്കെ പഠിച്ചു. b/4ൽ 1:3:5. ഓക്കെ. അപ്പോൾ ഫ്രീക്വൻസീസിൻ്റെ റേഷ്യോ f1 ഈസ് f2 ഈസ് f3 ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1:2:3. എവിടെ? ഓപ്പൺ സ്ട്രിങ്ങിലും സ്ട്രെച്ച് സ്ട്രിങ്ങിലും. ഓപ്പൺ പൈപ്പിലും സ്ട്രെച്ച് സ്ട്രിങ്ങിലും. ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? f1 ഈസ് f2 ഈസ് f3 ഈസ് ഈക്വൽ ടു 1:3:5. ഇറ്റ് വിൽ ബി ഇൻ ദ റേഷ്യോ ഓഫ് ദ ഓഡ് നമ്പർ. ഇവിടെ ഓൾ നമ്പേഴ്സ്. ക്ലിയർ? ഓഡ് നമ്പറിൻ്റെ റേഷ്യോയിലായിരിക്കും ക്ലോസ് പൈപ്പിൽ. സ്ട്രെച്ച് സ്ട്രിങ്ങിൽ അല്ലെങ്കിൽ ഓപ്പൺ പൈപ്പിലോ ഓൾ നമ്പേഴ്സ്. ക്ലിയർ? ഇനി ഞാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം, പക്ഷേ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാണ്, ഡോപ്ലർ എഫക്റ്റ്. ഇതൊക്കെ മനസ്സിൽ വെക്കുക. കാരണം ചില കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ടി വരില്ല, അത് റിവൈസ് പോലും ചെയ്യേണ്ടി വരില്ല. അതുപോലെ നിങ്ങളുടെ തലയിൽ കയറും. ഓക്കെ. എന്താണ് ഈ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്? രണ്ട് വെലോസിറ്റി. ഒന്നെന്ന് പറയുന്നത് സോഴ്സിൻ്റെ വെലോസിറ്റി, രണ്ടെന്ന് പറയുന്നത് ലിസണറിൻ്റെ വെലോസിറ്റി. ഈ രണ്ട് വെലോസിറ്റി തമ്മിൽ ഡിഫറൻസ് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? യു വിൽ ഹിയർ ആൻ അപ്പറൻറ്റ് ഫ്രീക്വൻസി. ആ അപ്പറൻറ്റ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷനാണ് ഡോപ്ലർ എഫക്റ്റ്. ഈ സംഭവിക്കുന്ന പ്രതിഭാസമാണ് എന്ത്? ഡോപ്ലർ പ്രതിഭാസം എന്ന് പറയുന്നത്. അതായത് ലിസണറും സോഴ്സും തമ്മിലൊരു റിലേറ്റീവ് ചേഞ്ച് ഇൻ പൊസിഷൻ ഉണ്ടാവുകയാണെങ്കിൽ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആൻഡ് ആൻ അപ്പറൻറ്റ് ഫ്രീക്വൻസി will rise. That you can find by Doppler effect, and that equation is f dash is equal to f into v plus or minus vl divided by v plus or minus vs. വളരെ ലളിതമായ ഒരു ഇക്വേഷൻ. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. കുറേ രീതികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് പഠിക്കുകയാണ്, നിങ്ങൾക്ക് വേറൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഏത് ക്വസ്റ്റ്യൻ തരികയാണെങ്കിലും യു വിൽ ബി ഏബിൾ ടു ഫൈൻഡ് ദ ആൻസർ. ചില ലളിതമായ ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരം പറയും, നിങ്ങൾ തന്നെ അതിൻ്റെ ഇക്വേഷൻ എഴുതുക. ഒരു ലോട്ടറിക്കാരൻ്റെ കാറ്, നിങ്ങളൊരു സ്ഥലത്ത് നിൽക്കുകയാണ്, നിങ്ങളൊരു മരത്തിൻ്റെ താഴെ നിൽക്കുകയാണ്. ഒരു ലോട്ടറിക്കാരൻ്റെ കാറ് നിങ്ങളുടെ അടുത്തേക്ക് സ്പീഡിൽ വരികയാണ്. ഫ്രീക്വൻസി ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ഫ്രീക്വൻസി കൂടുമോ ഫ്രീക്വൻസി കുറയോ? ലോട്ടറിക്കാരൻ്റെ കാറ് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഫ്രീക്വൻസി കൂടുമോ ഫ്രീക്വൻസി കുറയുമോ? ഫ്രീക്വൻസി കൂടും. ശരിയല്ലേ? നിങ്ങൾ ലോട്ടറിക്കാരൻ അങ്ങോട്ട് പോയാലും എന്ത് സംഭവിക്കും? ഫ്രീക്വൻസി കൂടും. ഇനി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരികയാണെങ്കിലോ, അതായത് ലോട്ടറിക്കാരൻ നിൻ്റെ അടുത്തേക്കും വരികയാണ്, നമ്മൾ അവരുടെ അടുത്തേക്കും പോവാണ്, അപ്പോഴും ഫ്രീക്വൻസി കൂടും. ഈ മൂന്ന് രീതിയിലും ഫ്രീക്വൻസി കൂടും. ഇനി കുറയാൻ എന്തൊക്കെ സാധ്യതകളുള്ളത്? ഒന്ന്, ലോട്ടറിക്കാരൻ്റെ കാറ് ദൂരേക്ക് പോവുക. രണ്ട്, ഞാൻ ഓടിപ്പോവുക. മൂന്ന് പറയുന്നതോ, രണ്ടുപേര് രണ്ട് സൈഡിലേക്ക് പോവുക. അപ്പോൾ ഇവിടെ മൊത്തം എത്ര കേസുകളുണ്ട്? 6 കേസുകൾ. ശരിയല്ലേ? ഈ 6 കേസ് നമ്മൾ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പോകും. നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താ? v plus or minus vl divided by v plus or minus vs. f dash is equal to f into. ഇനി ഫസ്റ്റ് വൺ, ഇതൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് പഠിക്കുക. എന്നിട്ട് ഇന്ന് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ കിട്ടാണ്ടിരിക്കില്ല. ഓക്കെ. വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ആദ്യത്തെ കേസിൽ ഇതാണ് ലിസണർ, ഇതാണ് സോഴ്സ്. ഇപ്പോൾ ലിസണർ സോഴ്സ് ഞാൻ കണ്ടു. വി എന്ന് പറയുന്ന സാധനം എന്താണ്? വി ഈസ് ദ വെലോസിറ്റി ഓഫ് ദ സൗണ്ട്. വെലോസിറ്റി ഓഫ് ദ സൗണ്ടിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? സോഴ്സ് നിന്ന് ലിസണറിലേക്കായിരിക്കും. കാരണം സോഴ്സ് അല്ലേ സൗണ്ട് വിടുന്നുള്ളൂ, അത് കേൾക്കേണ്ട ആൾ ലിസണർ അല്ലേ. സോ ദ വെലോസിറ്റി ഓഫ് ദ സൗണ്ട് വിൽ ബി ഫ്രം സോഴ്സ് ടു ലിസണർ. അതിനൊരു മാറ്റമില്ല. സോഴ്സ് എങ്ങോട്ട് ഓടിക്കോട്ടെ, ലിസണർ എങ്ങോട്ട് ഓടിക്കോട്ടെ, പക്ഷേ സൗണ്ടിൻ്റെ വെലോസിറ്റി എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? സോഴ്സിൽ നിന്ന് ലിസണറിലേക്ക്. അപ്പോൾ ഇവിടെ ഞാനത് വരയ്ക്കുമ്പോൾ ഞാനതിനെ മറ്റൊരു കളറിൽ വരയ്ക്കുകയാണ്. ഓക്കെ. ഇക്വേഷൻ എന്തായിരിക്കും? നിങ്ങൾ തന്നെ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഇതാട്ടോ വി, ഇതാണ് വി. ഓക്കെ. എഫ് ഇൻറ്റു ഇവിടെ എന്താ സംഭവിക്കുന്നത്? റിലേറ്റീവ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയില്ലേ? അവിടെ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ ആഡ് ചെയ്യും, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യും. ഇവിടെ ഇത് വിയും വി എല്ലും ഓപ്പോസിറ്റ് ആണോ സെയിം ആണോ? ഇതാ നമ്മുടെ ന്യൂമറേറ്ററിൽ നോക്കിയാൽ വി പ്ലസ് ഓർ മൈനസ് വി എൽ. ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യുക?
ആഡ് ചെയ്യുക, വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വിയും വി എസും വരും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ വി പ്ലസ് വി എസ്. ക്ലിയർ? ഇതായിരിക്കും ഇവിടെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. ഫസ്റ്റ് കേസിൽ എന്താ സംഭവിച്ചത്? ലിസണറും സോഴ്സും ഒരേ ഡയറക്ഷനിൽ പോവാണ്. സോഴ്സ് പോകുന്നു, സോഴ്സിന് പിന്നാലെ ലിസണർ പോകുന്നു. ഓക്കെ, അവിടുത്തെ ഇക്വേഷനാണ് ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ? എപ്പോഴും സോഴ്സിൽ നിന്ന് ലിസണറിലേക്കായിരിക്കും എന്ത്? വെലോസിറ്റി. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ പഠിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, കാരണം ഇനി നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റില്ല. ഓക്കെ ഓക്കെ രണ്ടാമത്തെ കേസിൽ ലിസണർ ഇങ്ങോട്ട് പോകുന്നു, ഡയറക്ഷൻ മാറിയാൽ തന്നെ ഇവിടെ വലിയ പ്രശ്നമാണ്. സോഴ്സ് പോകുന്നു, സൗണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. അതാണ് വി. ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ കേൾക്കാം. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു, നോക്കിയാൽ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കുക. നിങ്ങളോട് പറയും കാറ് പോകുന്നു, കാറിനെ ബാക്കിൽ നിന്ന് മോട്ടോർ ബൈക്കിൽ ചേസ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ജസ്റ്റ് വരയ്ക്കുക, കാർ അങ്ങോട്ട് പോകുന്നു, മോട്ടോർ ബൈക്ക് അങ്ങോട്ട് പോകുന്നു. ഓക്കെ, രണ്ടുപേരും അങ്ങോട്ട് പോകുന്നു. വെലോസിറ്റി ഓഫ് ദ സൗണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേ പോകുള്ളൂ? ഫ്രം ദ സോഴ്സ് ടു ദ ലിസണർ. ഫ്രം ദ സോഴ്സ് ടു ദ ലിസണർ. ഇവിടെ അതുപോലെ ഫ്രം ദ സോഴ്സ് ടു ദ ലിസണർ. ഓക്കെ, ഇനി ഇക്വേഷൻ പറഞ്ഞോ. രണ്ടും സെയിം ഡയറക്ഷൻ. സോ വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. കണ്ടോ? സെയിം ഡയറക്ഷൻ. എന്ത് പെട്ടെന്നാണ് ഇക്വേഷൻ നമുക്ക് കിട്ടിയെന്ന് നോക്കിയേ. ഇവിടെ നിന്ന് എന്തിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ ഓരോ കേസ് വെച്ച് ഒരു കുട്ടി ബൈഹാർട്ട് ആണെങ്കിൽ ഇത് പഠിക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഇത് രണ്ട് നിങ്ങൾ പഠിച്ചു. ഇനി അടുത്തൊരു കേസ് എന്ന് പറയുന്നത് ആര് സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണ്. മൂന്നാമത്തെ കേസിൽ ആര് സ്റ്റേഷനറിയാണ്? ശ്രദ്ധിച്ച് നോക്കിയേ. സോഴ്സ് സ്റ്റേഷനറി, ലിസണർ ദൂരേക്ക് പോകുന്നു. അതിൻ്റെ അടുത്തൊരു കേസിൽ സോഴ്സ് സ്റ്റേഷനറി, ലിസണർ അടുത്തേക്ക് വരുന്നു. ഈ രണ്ട് കേസിലും സൗണ്ട് എങ്ങോട്ടാണ് പോവുക? വെലോസിറ്റി ഓഫ് ദ സൗണ്ട് വിൽ ബി ഓൾവേസ് ഫ്രം ദ സോഴ്സ് ടു ദ ലിസണർ. ഇനി ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞോ. ഇക്വേഷൻ എങ്ങനെ എഴുതണ്ടേ? എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു പറഞ്ഞ ഇക്വേഷൻ എങ്ങനെയാണ്? സെയിം ഡയറക്ഷൻ അല്ലേ? വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി എസ് സ്റ്റേഷനറി ആണ്, അതുകൊണ്ട് താഴെ എന്ത് മാത്രം മതി? വി മാത്രം മതി, സ്റ്റേഷനറി ആണ്. ഓക്കെ, ഇനി താഴെ നോക്കിയേ. ഇക്വേഷൻ എങ്ങനെ എഴുതും? എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് വി എൽ. ഇവിടെയൊക്കെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ സൈൻ കൺവെൻഷൻ ഒന്നും ഇല്ലാണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം നോക്കുക, ലിസണർ ദൂരേക്ക് പോവാണ്, സോഴ്സ് സ്റ്റേഷനറി ആണ്. ലിസണർ ദൂരേക്ക് പോവുകയാണ്, സോഴ്സ് സ്റ്റേഷനറി ആണ്. അപ്പം എന്തായാലും അവൻ ദൂരേക്ക് പോവല്ലേ, ഫ്രീക്വൻസി എന്തായാലും കുറയണ്ടേ. ഫ്രീക്വൻസി കുറയണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ ന്യൂമറേറ്റർ കുറയണം. ന്യൂമറേറ്റർ കുറയണമെങ്കിലോ വി മൈനസ് വി എൽ. സോഴ്സിന് എന്തില്ല, മാറ്റമില്ല. അതുകൊണ്ട് താഴെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? വി മാത്രമേ ഉണ്ടാവുള്ളൂ. വി എസ് ഈസ് ഈക്വൽ ടു 0. അടുത്ത കേസിൽ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വി. കാരണം എന്താ? കാരണം ലിസണർ അടുത്തേക്ക് വരികയാണ്. എന്തായാലും സൗണ്ട് കൂടുതൽ കേൾക്കണം. സൗണ്ട് കൂടുതൽ കേൾക്കണമെങ്കിലോ ന്യൂമറേറ്റർ കൂടണം. സോ വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വി. നമ്മൾ 4 കേസുകൾ പഠിച്ചു. ഫസ്റ്റ് കേസിൽ രണ്ടുപേരും ഒരേ ഡയറക്ഷനിൽ, പക്ഷേ മുമ്പിൽ പോകുന്ന ആരാ? സോഴ്സ്. രണ്ടാമത്തെ കേസിലോ മുമ്പിൽ പോകുന്ന ആരാ? ലിസണർ. അപ്പം തന്നെ എന്ത് സംഭവിച്ചു? ഇക്വേഷൻ മാറി. വി പ്ലസ് വി എൽ ഡിവൈഡ് ബൈ വി പ്ലസ് വി എസ് ആയിരുന്നു സോഴ്സ് മുന്നിൽ പോയപ്പം. പക്ഷേ ലിസണർ മുന്നിൽ പോയപ്പോഴോ വി മൈനസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. പിടികിട്ടിയോ? ഓക്കെ, ഇനി അടുത്ത കേസിൽ സോഴ്സ് സ്റ്റേഷനറി. അങ്ങനെ തന്നെ 2 കേസുകൾ. ഇനി ലിസണർ സ്റ്റേഷനറി ആയിട്ട് 2 കേസുകൾ നോക്കിക്കോ. നമുക്ക് എങ്ങനെ ഇത് വരയ്ക്കാൻ പറ്റും? എന്തുമാത്രം മതി? ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വെക്കുക, എങ്ങനെ കണ്ടുപിടിക്കണമെന്ന്. ഓക്കെ, ലിസണർ ആണ് കേട്ടോ ഇവിടെ സ്റ്റേഷനറി. ഓക്കെ, ലിസണറി സ്റ്റേഷനറി ഹിയർ. സി, ലിസണറി സ്റ്റേഷനറി. ലിസണർ സ്റ്റേഷനറി, സോഴ്സ് അടുത്തേക്ക് വരുന്നു, സോഴ്സ് ദൂരേക്ക് പോകുന്നു. നിങ്ങൾ എങ്ങനെയൊക്കെ വരയ്ക്കുകയാണെങ്കിലും ദ ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി ഓഫ് ദ സൗണ്ട് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും? വെലോസിറ്റി ഓഫ് ദ സൗണ്ട് വിൽ ബി ഓൾവേസ് ഫ്രം ദ സോഴ്സ് ടു ദ ലിസണർ. ഇനി എഫ് ഡാഷിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞോ. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് ഓർ മൈനസ് വി എൽ ഇല്ല, കാരണം വി എൽ 0 ആണ്. സോ വി ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. അതങ്ങനെയല്ലേ വരാൻ പാടുള്ളൂ? ആണ്. സോഴ്സ് അടുത്തേക്ക് വരികയാണ്, ലിസണർ അവിടെ തന്നെ നിൽക്കുക. അവൻ കൂടുതൽ സൗണ്ട് കേൾക്കണ്ടേ? കൂടുതൽ സൗണ്ട് കേൾക്കണമെങ്കിൽ ന്യൂമറേറ്ററിന് മാറ്റമില്ല. കാരണം എന്താ? ലിസണർ ഈസ് സ്റ്റേഷനറി. അപ്പോൾ ഡിനോമിനേറ്റർ എന്താണ്? ഡിനോമിനേറ്റർ കുറയണം. ഡിനോമിനേറ്റർ കുറഞ്ഞാലല്ലേ ഫ്രീക്വൻസി കൂടും. ഡിനോമിനേറ്റർ കുറഞ്ഞു, വി മൈനസ് വി എസ് ആയി. സൈൻ കൺവെൻഷൻ നോക്കിയേ, വി ഡയറക്ഷനിലും വെലോസിറ്റി ഓഫ് ദ സോഴ്സ് ഈസ് ഓൾസോ ഇൻ ദ സെയിം ഡയറക്ഷൻ. കറക്റ്റ്. ഇനി അതുപോലെ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു മേലെ മാറ്റമൊന്നുമില്ല, വി ഡിവൈഡഡ് ബൈ സോഴ്സ് ദൂരേക്ക് പോവാണ്. ദൂരേക്ക് പോകുന്ന സോഴ്സ്. വെലോസിറ്റി ഓഫ് സൗണ്ട് ഈസ് ഓൾവേസ് ടുവേർഡ്സ് ദ ലിസണർ. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. സോ വി പ്ലസ്
വി പ്ലസ് വി എസ്. ഡിനോമിനേറ്റർ കൂടി, ഫ്രീക്വൻസി കുറഞ്ഞു. ഡിനോമിനേറ്റർ കൂടി, ഫ്രീക്വൻസി കുറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ 6 കേസുകൾ പഠിച്ചു. പക്ഷേ ഇനിയും 2 കേസുകൾ ബാക്കി. ഏതൊക്കെയാണ് കേസുകൾ? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കേസുകൾ. ഫസ്റ്റ് കേസിൽ വി എല്ലും വി എസും അവർ പരസ്പരം അടുത്തേക്ക് വരുന്ന ഒരു കേസാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത് പഠിക്കുന്ന കേസിൽ വി എല്ല് ദൂരേക്ക്, വി എസും ദൂരെ. സോ ദേ ആർ മൂവിങ് അവേ ഫ്രം ഈച്ച് അതർ. ഇവരെങ്ങനെ പോയാലും അത് നമ്മളെ ബാധിക്കുമോ? നമ്മളെ ബാധിക്കില്ല. വെലോസിറ്റി ഓഫ് ദ സൗണ്ട് ഈസ് ഓൾവേസ് ഫ്രം ദ സോഴ്സ് ടു ദ ലിസണർ. വെലോസിറ്റി ഓഫ് ദ സൗണ്ട് ഈസ് ഓൾവേസ് ഫ്രം ദ സോഴ്സ് ടു ദ ലിസണർ. ഇനിയോ നോക്കുക, ഫസ്റ്റ് കേസിൽ എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു, ഇത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് വി എൽ. മാക്സിമം ഫ്രീക്വൻസിയിൽ കേൾക്കുന്ന ഈ കേസിലായിരിക്കും. കാരണം രണ്ടുപേരും പരസ്പരം അടുത്തേക്ക് വരിക. അപ്പോൾ മാക്സിമം ഫ്രീക്വൻസിയിൽ കേൾക്കണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം? കോമൺ സെൻസ്. ന്യൂമറേറ്റർ കൂടണം, ഡിനോമിനേറ്റർ കുറയണം. ഓക്കെ, വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. ഓക്കെ, ഇനി കോമൺ സെൻസ് കുറച്ച് കുറവാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. എവിടെ നോക്കിയാൽ മതി? നേരെ സൈൻ കൺവെൻഷനിലേക്ക് നോക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ വി വി എൽ ആഡ് ചെയ്യുക, വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്, സെയിം ഡയറക്ഷൻ. കഴിഞ്ഞ ഓക്കെ, യു ഗോട്ട് ദ ഇക്വേഷൻ. ഇനി അവസാനത്തെ കേസ്, ഈ ഒരു കേസും കൂടെ ഉള്ളൂ. കാരണം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സോഴ്സിന് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് ആകെ 2 ഡയറക്ഷനല്ലേ ഉള്ളൂ. ഒന്നെങ്കിൽ ലിസറിൻ്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ലിസറിൻ്റെ ദൂരേക്ക്. അങ്ങനെ വെച്ച് ഇത് നമ്മൾ പഠിക്കുന്ന 8ാമത്തെ കേസാണ്. ഓക്കെ, നൗ ലാസ്റ്റ് വൺ, എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു, ഇതെന്തായിരിക്കും? രണ്ടുപേരും ദൂരേക്ക് പോകുന്നു. സോ ഇറ്റ് വിൽ ബി ദ ലീസ്റ്റ് ഫ്രീക്വൻസി ഹേർഡ്. ലീസ്റ്റ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? ന്യൂമറേറ്റർ ഏറ്റവും കുറവ്, ഡിനോമിനേറ്റർ ഏറ്റവും കൂടുതൽ. കറക്റ്റ്. ഇനി നിങ്ങൾ സൈൻ കൺവെൻഷൻ നോക്കിയാൽ നമ്മൾ എഴുതിയത് ശരിയാണോന്ന്? വിയും വി എല്ലും സെയിം ഡയറക്ഷൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? സബ്ട്രാക്ട് ചെയ്തു. വിയും വി എസും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ മനസ്സിലാക്കി, ശരിയല്ലേ? ഇനി ഈ ഇക്വേഷൻ നിങ്ങൾക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണ്. ഒരു മോട്ടോർ ബൈക്ക് ഒരു വലിയ മൗണ്ടൈൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മോട്ടോർ ബൈക്ക് ഒരു മൗണ്ടൈൻ, അല്ല വേണ്ട, ഒരു കാർ ആയിക്കോട്ടെ, 3-4 പേർക്ക് ഇരിക്കാം. ഓക്കെ, ഒരു കാറ് ഒരു മൗണ്ടൈൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാറ് മൗണ്ടൈൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറയാൻ കാരണം എന്താണ്? മൗണ്ടൈൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മൗണ്ടൈൻ തിരിച്ച് എന്ത് തരും? എക്കോ തരും. കറക്റ്റ് അല്ലേ? മൗണ്ടൈൻ തിരിച്ച് എക്കോ തരും. ഈ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? മൗണ്ടൈൻ തിരിച്ച് എക്കോ തരും. ഇവിടെ ലിസണറും സോഴ്സും ഒരേ ആൾ തന്നെയാണ്. ഇവിടെ, ശരിയല്ലേ? കാറിൽ ഇരിക്കുന്ന ആളാണ് സോഴ്സ്, കേൾക്കുന്നതും കാറിലിരിക്കുന്ന ആൾ തന്നെ. ഇവൻ അങ്ങോട്ട് മൗണ്ടൈൻ്റെ അടുത്തേക്ക് ഇവൻ പോവാണ്. മൗണ്ടൈൻ തിരിച്ച് എക്കോ തരാണ്. അപ്പോൾ ഇവൻ കേൾക്കുന്നത് എന്താണ്? എക്കോ ആണ്. ശരിയല്ലേ? ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ എങ്ങനെ എഴുതും? ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഓൾറെഡി എഴുതിയൊരു ആൻസറാണ്. മാക്സിമം ഫ്രീക്വൻസി വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. എക്കോ ആണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഓർത്തോളം വി പ്ലസ് വി എൽ ഡിവൈഡ് ബൈ വി മൈനസ് വി എസ് ആണെന്ന്. അതിൻ്റെ സൈൻ കൺവെൻഷൻ എങ്ങനെയാണെന്ന് നിങ്ങളിവിടെ ജസ്റ്റ് നോക്കുക. സോഴ്സ് ആരാണ്? കാറല്ലേ? ഓക്കെ. ലിസണർ ആരാ? ലിസണറും കാറല്ലേ? കാർ. സോഴ്സ് അങ്ങോട്ട് പോവുകയാണേ. ഇതാണ് വെലോസിറ്റി ഓഫ് ദ സോഴ്സ് അങ്ങോട്ട് പോവുകയാണ്. ഇനി ലിസണറും അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്? ഡയറക്ഷൻ മാറ്റമൊന്നുമില്ല. വെലോസിറ്റി ഓഫ് ദി ലിസണർ. ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. സോഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വാട്ട് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സോഴ്സ്? ടു പ്രൊപ്പഗേറ്റ് സൗണ്ട് വിടുക. ഓക്കെ, സൗണ്ട് വിട്ടു. ഇങ്ങോട്ടാണ് അവൻ വിട്ട സൗണ്ട് പോയത്. ഓക്കെ, മനസ്സിൽ വെക്കുക. ഇനി ലിസണറിനെ വെച്ച് നോക്കുമ്പോൾ ലിസണറിൻ്റെ ദൗത്യം എന്താണ്? സൗണ്ട് കേൾക്കുക. ക്ലിയർ? ടു ഹിയർ സൗണ്ട്, ടു ലിസൺ ടു ദ സൗണ്ട്. പ്രൊപ്പഗേറ്റർ ഓഫ് ദ സൗണ്ട് ആരാണ്? സൗണ്ട് സ്പ്രെഡ് ചെയ്യുന്ന ആൾ സോഴ്സാണ്. അപ്പോൾ അവൻ വിട്ട സൗണ്ട് എങ്ങോട്ടാണ് പോയത്? ദൂരേക്ക്, മൗണ്ടൈൻ്റെ അടുത്തേക്ക് പോയി. ലിസണറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലിസണർ സൗണ്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. അവൻ എവിടെ നിന്നാണ് സൗണ്ട് കേട്ടത്? ഹി ഹേർഡ് ദ സൗണ്ട് ഫ്രം ദ മൗണ്ടൈൻ ആസ് എക്കോ. അപ്പോൾ അവൻ കേട്ട സൗണ്ട് വന്നത് എവിടെ നിന്നാണ്? മൗണ്ടൈനിൽ നിന്നാണ് വന്നത്. ഇനി നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക? അപ്ലൈ ദ സൈൻ കൺവെൻഷൻ. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി പ്ലസ് വി എൽ, കാരണം അവർ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്.
ഇതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. ഇവിടെയും സൈൻ കൺവെൻഷൻ എന്ത് ചെയ്യില്ല, തെറ്റില്ല. അപ്പോൾ ഇത് ഏത് കേസ് തന്നെയാണ്? സോഴ്സും ലിസണറും പരസ്പരം അപ്രോച്ച് ചെയ്യുന്ന കേസിൽ നമ്മൾ എഴുതിയ ഇക്വേഷനാണ് വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇൻറ്റു എഫ് വിൽ ഗീവ് യു എഫ് ഡാഷ്. അതേ ഇക്വേഷൻ ആയിരിക്കും മൗണ്ടൈൻ്റെ കേസിൽ, എക്കോ വിടുന്ന കേസിൽ, മൗണ്ടൈൻ്റെ കേസിൽ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ കാരണമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അതിൻ്റെ സൈൻ കൺവെൻഷൻ നിങ്ങൾ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഇവിടെ ചാറ്റ് സെഷനിലൊന്നും ആരും കാണുന്നില്ലല്ലോ. വേവ്സ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പോയതാണോ? ഇപ്പം നമ്മൾ ഡോപ്ലർ എഫക്റ്റ് പഠിച്ചു, അതുപോലെ ഓപ്പൺ ട്യൂബ് പഠിച്ചു, സ്ട്രെച്ച് സ്ട്രിങ് പഠിച്ചു, ക്ലോസ് ട്യൂബ് പഠിച്ചു, പിന്നെ ടെൻഷൻ V √T/μ ആ ഇക്വേഷൻ പഠിച്ചു. പിന്നെ എങ്ങനെ ഇക്വേഷൻ എഴുതണമെന്ന് പഠിച്ചു. ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ ഇക്വേഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഫ്രീക്വൻസി, വെലോസിറ്റി, വേവ് ലെങ്ത്, ലാംഡ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ എങ്ങനെയെന്ന് പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഒരു നീറ്റ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അവൻ കെയർഫുൾ ആയിട്ടിരിക്കേണ്ടത്. കാരണം നമുക്കിനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൊത്തം മുങ്ങിത്തപ്പ എടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് തന്നിട്ടുണ്ട്. അതെങ്ങനെ നിങ്ങൾ ചൂസ് ചെയ്യണം, അതിനകത്ത് ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതിന് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഡോപ്ലർ എഫക്റ്റിൻ്റെ ഏതൊരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിലും അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, എക്കോൻ്റെ കേസിൽ ഡയറക്ഷൻ ശരിയായില്ല. ശ്രദ്ധിച്ച് നോക്കിയേ, എക്കോൻ്റെ കേസിൽ സോഴ്സ് വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ്. അപ്പോൾ ഇതാണ് എക്കോൻ്റെ കേസിലെ ഡയറക്ഷൻ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. ശരിയായില്ലെന്നാണോ മനസ്സിലായില്ലെന്നാണോ? മനസ്സിലായില്ല എന്നായിരിക്കും. ഓക്കെ, നോക്കുക, വി ഉണ്ട്, വി എസ് ഉണ്ട്. ഫസ്റ്റ് കേസിൽ സോഴ്സ് എന്താ ചെയ്യുന്നത്? സോഴ്സ് സൗണ്ട് മൗണ്ടൈനിലേക്ക് വിട്ടു. അപ്പോൾ അവിടെ ആദ്യം നമ്മൾ സൈൻ റിലേറ്റ് ചെയ്യുമ്പം ആരാണ് റിലേറ്റ് ചെയ്യുന്നത്? വെലോസിറ്റി ഓഫ് ദ സൗണ്ട് സെൻഡ് ടു ദ മൗണ്ടൈൻ. അത് മൗണ്ടൈനിലേക്കാണ് സൗണ്ട് പോയത്. അതാരാ വിട്ടത്? സോഴ്സാണ് വിട്ടത്. അപ്പോൾ അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് ദ സോഴ്സും വെലോസിറ്റി സെൻഡ് ടു ദ മൗണ്ടൈനും. അത് രണ്ട് സെയിം ഡയറക്ഷനിലാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? ഇക്വേഷനിൽ വി മൈനസ് വി എസ് വന്നത്. ഇനി വി പ്ലസ് വി എൽ എന്തുകൊണ്ടായത്? കാരണം ലിസണർ എങ്ങോട്ട് തന്നെ പോകുന്നത്? മൗണ്ടൈൻ്റെ അടുത്തേക്കാണ്. പക്ഷെ ലിസണർ കേൾക്കുന്നത് എക്കോ ആണ്. ഹീസ് ഹിയറിംഗ് ദ എക്കോ ഫ്രം ദ മൗണ്ടൈൻ. ക്ലിയർ? First case, velocity of the sound was towards the mountain, whereas in the second case, velocity of the sound heard by the listener is coming from the mountain, since it is an echo. So, our direction opposite direction ആണ്. അതുകൊണ്ടാണ് അവിടെ എന്തായത്? വി പ്ലസ് വി എൽ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ആയത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു കാരണവശാലും ഡോപ്ലർ എഫക്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? തെറ്റിക്കാൻ പാടില്ല. നിങ്ങൾ ഏത് APMT ക്വസ്റ്റ്യൻ, നീറ്റ് എക്സാം ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ജെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഡോപ്ലർ എഫക്റ്റ് ഷുവറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡോപ്ലർ എഫക്റ്റിൽ ഏത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനും ഈ പറഞ്ഞ കാര്യങ്ങൾ ധാരാളം. നമ്മളിപ്പോൾ 9 കേസുകൾ പഠിച്ചു, ശരിയല്ലേ? 2 സ്റ്റേഷനറി, മൊത്തം 4 സ്റ്റേഷനറി. ലിസണർ സ്റ്റേഷനറിയിൽ തന്നെ സോഴ്സ് ദൂരേക്ക് പോകുന്നു, സോഴ്സ് അടുത്തേക്ക് വരുന്നു. സോഴ്സ് സ്റ്റേഷനറിയിൽ ഇത് ലിസണർ ദൂരേക്ക് പോകുന്നു, ലിസണർ അടുത്തേക്ക് വരുന്നു. അങ്ങനെയാണ് 4 എണ്ണം. പിന്നെ പഠിച്ചാൽ എന്തൊക്കെയാണ്? അവർ പരസ്പരം അടുത്തേക്ക് വരുന്നു, പരസ്പരം ദൂരേക്ക് പോകുന്നു. 4 4 6. പിന്നെ ഒരേ ഡയറക്ഷനിൽ അങ്ങോട്ട് പോകുന്നു, ഒരേ ഡയറക്ഷനിൽ ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഡോപ്പ ടീച്ചർ ടു ബിക്കും കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ. ശരിയല്ലേ? വിൽ വൈൻഡ് അപ്പ് ടുഡേയ്സ് ക്ലാസ്.